ഇന്ന് നമ്മൾ വർത്തമാന പത്രങ്ങൾ തുറക്കുമ്പോഴത്തേക്ക് അത് ഒമിക്രോൺ ഒരു മഹാസംഭവമായി ചിത്രീകരിച്ചു. അത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഒരു കത്ത്, സംസ്ഥാനങ്ങൾക്കുള്ള ഒരു കത്ത് വായിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഡൽഹിയിൽ യെല്ലോ അലർട്ട് വരുന്നു, അവിടെ ഭാഗികമായിട്ട് ലോക്ക്ഡൗൺ വരുന്നു, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ 15-18 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വാക്സിനേഷന് വിധേയരാക്കണമെന്നും, പിന്നെ ഈ പറഞ്ഞില്ലേ മലയാളത്തിൽ ഈ കോമോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുബന്ധ രോഗമല്ല. അനുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊരു രോഗം ഉണ്ടാകുക, അതിനെ തുടർന്നുണ്ടാകുന്ന രോഗം. ഇത് ദീർഘകാലമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സിറ്റുവേഷനാണ്. അതിന് പഴയ രോഗങ്ങളാണ് അനുബന്ധ രോഗങ്ങളെന്നും പറയും മലയാള പത്രങ്ങൾ എഴുതുന്നത്. ഒന്നിൻ്റെ അനുബന്ധം എന്ന് വെച്ചാൽ ഒന്നിനോട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ ഭാഷയെ ഇങ്ങനെ അവമാനിക്കുന്ന ഇത് ഇവിടുത്തെ ഈ വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരാണ് അനുബന്ധ രോഗമല്ല. നിങ്ങൾ വളരെ കാലമായിട്ട് പലതരം രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നിങ്ങളങ്ങനെ ബാധിക്കും. അപ്പോൾ ആ തരത്തിൽ കോമോർബിഡിറ്റീസ് ഉള്ളവരെ, മറ്റ് ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് എല്ലാവർക്കും ഒന്നൊഴിയാതെ ഈ വാക്സിനും പിന്നെ അതുകൂടാതെ ഒരു മരുന്നുമുണ്ട്. അത് വാക്സിൻ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നും അതിന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും കേരളം പറയുന്നു. പക്ഷേ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് മുകളിൽ നിന്ന് ആരോ WHO ICMR ഒക്കെ പറയുന്നു. അത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും വാക്സിൻ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ധർമ്മം. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു വകഭേദമുണ്ട് എന്നാണ് സാമാന്യമായിട്ട് ജനങ്ങൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ വ്യാപനശേഷിയെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മാസമായിട്ട് ഇവിടെ വന്നിട്ട് ആകെ ഈ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ ഈ പറഞ്ഞതുപോലെ അവരിൽ എന്ത് വൈറൽ എലിമെൻ്റ് ഉണ്ട് എന്ന് പരിശോധിച്ച്, അങ്ങനെ വൈറൽ എലിമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ അസിംറ്റമാറ്റിക്കാണ്, അവർക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് ഒമിക്രോൺ ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ആദ്യ സംഭവം ഉണ്ടായപ്പോൾ ഇറ്റലിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇറ്റലിയിൽ നിന്ന് വന്ന കുടുംബത്തെ അതിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഈ പറഞ്ഞില്ല റൂട്ട് മാപ്പ്, മറ്റത് മറിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരു വിവരങ്ങളും ഒരു രോഗിയെപ്പറ്റും തരുന്നില്ല. ഒരു ടാൻസാനിയയിൽ നിന്ന് വന്ന ആളാണ്, മറ്റിടത്ത് നിന്ന് വന്ന ആളാണ്, അയർലൻഡിൽ നിന്ന് വന്ന ആളാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ്. അവർ പിന്നെ സമ്പർക്കപ്പെട്ടാൽ 1-2 പേർക്കൊക്കെ സമ്പർക്കം മൂലം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇത് അതിവേഗത്തിൽ വ്യാപിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള അതിശക്തമായൊരു പ്രചരണം. ഇങ്ങനെ ചെയ്യരുതെന്നാണ് ഇന്നലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഹോസ്പിറ്റലൈസേഷൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒമിക്രോൺ വരണമെന്നൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരിക്കും. ആ അസുഖം ഏത് നിമിഷവും ചിലപ്പോൾ അതൊന്ന് മൂർച്ഛിച്ച് ചെന്നിരിക്കും. അപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. അത് ഒമിക്രോൺ വന്നാലും വന്നില്ലെങ്കിലും കൊണ്ടുപോകണം. അത് ഒമിക്രോൺ വന്നാലേ കൊണ്ടുപോകുമെന്നും പറഞ്ഞാർക്കെങ്കിലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല ഇത്തരം അസുഖങ്ങളെന്നൊക്കെ പറയുന്നു. ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ളിടത്ത് ഹോസ്പിറ്റലൈസേഷൻ കൊടുക്കണം. അപ്പോൾ ഒമിക്രോൺ ഇതിലെന്തൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായ ധാരണകളൊന്നും ഇല്ലെങ്കിലും ദിവസവും നമ്മൾ പറഞ്ഞൊരു 10 ഒമിക്രോൺ എങ്കിലും പിടികൂടും. പുറത്തുനിന്ന് വരുന്ന ആളിനെ നമ്മളിങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അവരെ പിടികൂടി അവരിൽ കുറച്ച് പേരിൽ ഒമിക്രോൺ ഉണ്ടെന്ന് പറയും. അത് ചില സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ്. അതിനിടയ്ക്ക് മഹാരാഷ്ട്രയിൽ ഒമിക്രോൺ ബാധിച്ചവർ രോഗമുക്തരാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ രോഗമുക്തിയുടെ ഒരു ഫേബിൾ കൂടി രൂപപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടാകും ചെയ്യുന്നുണ്ട്. ഇത് പറയുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല. ഒരു രോഗമുണ്ടായ ആ രോഗത്തിൻ്റെ സ്വഭാവം എന്താണ്, അത് ഒരു മാസക്കാലമായിട്ട് നിങ്ങൾ ഒരു 10 രോഗികളെങ്കിലും പരിശോധിച്ചിട്ട് അതെങ്ങനെയാണ് ഒരാളിൻ്റെ ഒരു ഫിസിയോളജിയെ ബാധിക്കുന്നത്, അയാളുടെ സിസ്റ്റംസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, മറ്റനേകം രോഗങ്ങളുള്ള ഒരാളിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറയാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
അതായത് ഒരു കേസും ആ തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ വലിയ കരുതൽ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ബൂസ്റ്റർ ഡോസാണോ കരുതൽ ഡോസാണോ എന്ന് പറഞ്ഞൊരു തർക്കം കൂടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡോസ് വാക്സിൻ കൊടുക്കുന്നുണ്ട്, അതൊരു കരുതൽ ഡോസാണോ ബൂസ്റ്റർ ഡോസാണോ? ഈ ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ശക്തി കുറച്ചുകൂടെ ഒന്ന് ഉന്തി മുന്നോട്ട് കൊണ്ടുപോവുക, അതായത് ആൻറ്റിബോഡീസിൻ്റെ പവർ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. കരുതലെന്ന് പറയുന്നത് ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കരുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കരുതൽ ആണ്, അത് ബൂസ്റ്റർ ഡോസ് എല്ലാവർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കരുതൽ ഡോസും മറ്റുള്ളവർക്ക് ബൂസ്റ്റർ ഡോസും ആണോ, അങ്ങനെയാണോ സങ്കല്പിക്കുക എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ന് ഹിന്ദുവിൽ ഒരു ചന്ദ്രകാന്ത് ലഹാരിയ, അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടെയും ഗവൺമെൻറ് ആ ലൈൻ എപ്പോഴും ഗവൺമെൻറ് പറഞ്ഞതിനെ അങ്ങനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടൊന്നും എഴുതുന്ന ഒരാളല്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ സൂക്ഷിച്ചെഴുതുന്ന ഒരാളാണ്. അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ശീർഷകം തന്നെ ശ്രദ്ധിക്കുക: പുട്ട് ഔട്ട് ദി ഡാറ്റ, ബൂസ്റ്റ് ദി ഡോസ് ഓഫ് ട്രാൻസ്പെറൻസി. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ നടക്കാത്ത ഒരു കാര്യം. ഈ കാര്യമാണ് ഈ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. പുട്ട് ഔട്ട് ദി ഡാറ്റ, അതായത് ജെനുവിനായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിതിവിവര കണക്ക് നിങ്ങൾക്ക് പുറത്തു വയ്ക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഇപ്പോൾ കോവിഡ് പിടിപെട്ട് എത്ര പേര് ഇന്ത്യയിൽ മരിച്ചെന്നുള്ള കണക്ക് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമോ? കോവിഡ് പിടിപെട്ടു അല്ലാതെയും പലതരത്തിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും കോവിഡ് പട്ടികയിൽ പെടുത്തണമെന്ന് നമ്മുടെ മഹത്തായ നീതിന്യായ പീഠം പറയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നമുക്ക് എങ്ങനെ ഡാറ്റ ഉണ്ടാകുന്നുണ്ട്? ഡാറ്റ എന്ന് പറയുന്നതിന് ഒരു സ്ഥിതി വിവരം എന്ന് പറയുന്നതിന് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് വിവരവിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിലും അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. സ്ഥിതി വിവരമാണ് തരുന്നത്, അതിനൊരു കണക്കിൻ്റേതായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം അതിനകത്തുണ്ടാകും. അതുപോലെ അതിനൊരു കണ്ടൻറ്റും ഉണ്ടാകും. ഒരു മാത്തമെറ്റിക്കൽ ഫ്രെയിമും ഒരു കണ്ടൻറ്റും അതിനകത്തുണ്ടാകണം ഡാറ്റ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആ കണ്ടൻറ്റ് ഇതുവരെ പുട്ട് ഔട്ട് ദി ഡാറ്റ, കോവിഡ് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി, കോവിഡിനെ കുറിച്ചുള്ള ഡാറ്റ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ബൂസ്റ്റ് ദി ഡോസ് ഓഫ് ട്രാൻസ്പെറൻസി. നമുക്ക് ഒരു ബൂസ്റ്റർ ഡോസ് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ബൂസ്റ്റ് ദി ഡോസ് ഓഫ് ട്രാൻസ്പെറൻസി, സുതാര്യതയുടെ ഡോസ്, അത് കൂടുതൽ ബലിഷ്ഠമാക്കി തീർക്കുക, അത് കുറേ കൂടി ഉറപ്പുള്ളതാക്കി തീർക്കുക, അത് ബൂസ്റ്റ് ചെയ്യുക. അതിനെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. എന്തിനാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത്? ഡോസ് ഓഫ് ട്രാൻസ്പെറൻസി. ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു പകർച്ചവ്യാധിയൊക്കെ വരുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി പരമാവധി അത് തെളിമയോടെ ജനങ്ങൾക്ക് നൽകുകയും ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു കേരളിൻ്റെ കാര്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേരളിൻ്റെ DPR റിപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇതുവരെ വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് എല്ലാം മറുപടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു DPR റിപ്പോർട്ടായിരിക്കും ഉണ്ടായി വരിക. അതായത് അതിനെയൊക്കെ എങ്ങനെ മറികടക്കാമെന്നുള്ളത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഈ കേരയിൽ ഇവിടെ കൊണ്ടുവരാം, കേരളിൻ്റെ ഈ പ്രോജക്റ്റ്, ഈ സിൽവർ ലൈൻ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്നപ്പോഴാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ കാശ് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ LDFൻ്റെ മാനിഫെസ്റ്റോയിൽ അത് ഉൾപ്പെടുത്തുന്നത്. എങ്ങനെയാണ് LDFൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നത്? ഇത് നമ്മൾ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ അതിന് ഉറപ്പിനായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. നമ്മൾ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തും.
അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞില്ല, ഇതിനകത്ത് ഈ ഡാറ്റയെ പറ്റി അല്ലെങ്കിൽ ഈ DPRനെ പറ്റി ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നുള്ള യാതൊരു രൂപവും ഇല്ലെങ്കിലും കുറച്ച് കച്ചവടം നടത്തുക. അത് വാക്സിനായാലും ശരി തന്നെ, അത് സ്റ്റാൻഡേർഡ് ഗേജ് ആയാലും ശരി തന്നെ. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ധനകാര്യപരമായ ഒരു പോയ്മ, അത് അതിൻ്റേതായ ഒരു ആക്രമണ ശക്തി ഉപയോഗിച്ച് നീ ഈ മരുന്ന് കഴിക്ക്, നീ ഈ വാക്സിൻ എടുക്ക് എന്ന് പറയുമ്പോൾ നമ്മളതിന് വിധേയരാകത്തക്ക തരത്തിൽ, അതായത് ഒരു മന്ത്രവാദി വന്ന് നമ്മളെ മയക്കിയെടുക്കുന്നത് പോലെ, ഒരു പുരോഹിതൻ മന്ത്രങ്ങൾ ഉച്ചരിച്ച് നമ്മുടെ അടുത്ത് വാളെടുക്ക് അവനെ കൊല്ല് എന്ന് പറയുന്നപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഇതൊരു കമ്മ്യൂണലായിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ട് മാറുകയാണ്. ഈ സാമ്പത്തിക ആധിപത്യം അല്ലെങ്കിൽ ധനകാര്യ ആധിപത്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പൗരോഹിത്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണലായി മാറുന്നത്? പൗരോഹിത്യം പറഞ്ഞില്ലേ, ഇപ്പോൾ മലയാളി പണ്ട് ഈ പറഞ്ഞില്ലേ ക്രിസ്തീയ സഭകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സുറിയാനി പള്ളികളിൽ സുറിയാനിയിലാണ് പാതിരി പ്രസംഗം നടത്തുന്നത്. മലയാളികൾക്ക് സുറിയാനി അറിഞ്ഞുകൊണ്ട് അപ്പോൾ അവരത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ എന്താണ്, സംസ്കൃതം തീരെ അറിയാൻ വയ്യാത്ത സമൂഹത്തിൽ ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് കട്ടിയിലുള്ള ഈ സംസ്കൃത പദങ്ങളൊക്കെ പദ്യങ്ങളൊക്കെ വളരെ തെറ്റായിട്ട് ഉച്ചരിച്ചുകൊണ്ട്, അതായത് സംസ്കൃതം അറിയാവുന്നതും തെറിച്ചു പോകുന്നത് കേട്ടാൽ, അങ്ങനെ സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരു ഭാഷ നമ്മുടെ മേൽ അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ തലയെ ആ തരത്തിൽ പ്രക്ഷാളനം ചെയ്ത് ഒരു വിശ്വാസിയാക്കി തീർക്കുക. ആ വിശ്വാസത്തിൻ്റെ അനുബന്ധമായി നമ്മൾ തീരുമ്പോൾ നമ്മൾ കമ്മ്യൂണലായി മാറുകയാണ്. അത് ഈ വർഗീയത എന്ന് പറയുന്നതിൽ എപ്പോഴും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും നമ്മളെ അന്ധനാക്കി തീർക്കുകയും ആ അന്ധത നമ്മൾ ഒരു തരത്തിലുള്ളൊരു പക്ഷപാതത്തിലേക്ക് നയിക്കുകയും അത് പൊതു താല്പര്യത്തെ ഹനിക്കുന്നതായി തീരുകയും ചെയ്യുമ്പോഴാണ് അത് വർഗീയതയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അതുകൊണ്ട് മറ്റ് മതങ്ങൾ ആ മതങ്ങളോട് എനിക്ക് ഒരു പ്രത്യേക തരത്തിൽ ഒരു അന്യതാ മനോഭാവം ഉണ്ടായി വരികയാണ്. ആ അന്യതാ മനോഭാവം പിന്നീട് അത് വിദ്വേഷമായോ വെറുപ്പോ, അതായത് താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാകുമ്പോഴത്തേക്ക് അത് പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ ഹിന്ദുവായ എൻ്റെ ആ ഭൂമിക്കടുത്ത് ക്രിസ്ത്യാനിയായ മറ്റൊരാളുടെ ഭൂമി കിടക്കുന്നു, ഒരു അതിര് തർക്കം ഉണ്ടാകുന്നു. അതിര് തർക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഹിന്ദുത്വത്തെ അവിടെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പിൻബലം കിട്ടും. അങ്ങനെയാണ് ഈ കമ്മ്യൂണലിസം ഉണ്ടായി വരുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ സ്വാർത്ഥമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളുടേത് അല്ലെങ്കിൽ പൊതുമുതൽ എന്നുള്ളത് അതിന്മേൽ കയ്യേറ്റം നടത്തുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു ഉപാധിയായിട്ടാണ് ഈ വർഗീയത എല്ലാ കാലങ്ങളിലും രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞില്ലേ, അന്തർദേശീയ തലത്തിൽ വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു യുദ്ധം, ഒരു ടെററിസം, ക്യാപിറ്റലിസം നടത്തുന്ന അവരുടെ താല്പര്യം മൂലധനത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രയോഗം എന്നുള്ള തരത്തിലാണ് അവർ ചെയ്യുന്നത്. അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് പണമാണ്. മതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉപവർഗീയത, മതാത്മക വർഗീയത എന്ന് പറയുന്ന ഒരു ഉപവർഗീയതയാണ്. ഇപ്പോൾ നമ്മുടെ ഫിനാൻസിൻ്റേതായിട്ടുള്ള ഒരു വർഗീയതയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് മറ്റ് മതങ്ങൾ ചെയ്യുന്നത് പോലെ അവർ സുറിയാനി ഭാഷയിലാണ് സംസാരിക്കുന്നത്. കോവിഡിനെ പറ്റി 2 വർഷമായിട്ട് അവർ സുറിയാനിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലുള്ള നമുക്ക് ആർക്കും അത് മനസ്സിലാകുന്നില്ല. അവർ സംസ്കൃതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇതൊക്കെ മനസ്സിലാകും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ അല്ല അവർ സംസാരിക്കുന്നത്. അവർ ജർമ്മനിലോ ഫ്രഞ്ചിലോ പോർട്ടുഗീസ് ഭാഷയിലോ ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി. നമ്മുടെ ഭാഷ ഇത് പറയില്ല. ഇപ്പോൾ ജോയ്സ് പറയുന്നുണ്ട്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാഷ അവർ തീരുമാനിച്ചിരുന്നു എന്ത് ഞാൻ സംസാരിക്കണമെന്ന്. അത് ഈ ഭാഷയെ പറ്റിയുള്ള പറഞ്ഞില്ല, അത് ഒരു ആധിപത്യമായി തീരുന്നവരാണ്. ഇവിടെ എനിക്ക് അന്യമായൊരു ഭാഷയ്ക്ക് അത് എൻ്റെ മേൽ ആധിപത്യം ചെലുത്തുമെന്നും അതിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ വരുമെന്നുള്ള ഉറപ്പ് ഉണ്ടാകുമ്പോൾ ആ തരത്തിലൂടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഉന്നത സാമ്പത്തിക വർഗം
എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഈ വർത്തമാന പത്രങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വർത്തമാന പത്രങ്ങൾ എഴുതുന്നത് അത്രയും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഇദ്ദേഹം പറയുന്നത് പുട്ട് ഔട്ട് ദി ഡാറ്റ എബൌട്ട്, അതായത് നിങ്ങൾ വെളിപ്പെടുത്തുക, COVID-19 പറ്റിയുള്ള ഡാറ്റ വെളിപ്പെടുത്തുക എന്നാണ്. 2 വർഷം കഴിഞ്ഞിട്ടാണ് ചന്ദ്രകാന്ത് ലഹാരിയ പറയുന്നത് നിങ്ങൾ ഡാറ്റ നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾ വേറെ ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മൂക്ക് മൂടിക്കെട്ട്, നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്ക്, നിങ്ങൾ വീട്ടിന് പുറത്തിറങ്ങരുത്, രാത്രികളിൽ പുറത്തിറങ്ങരുത്, കൂട്ടം കൂടരുത്, ശ്വസിക്കരുത്, ജീവിക്കരുത്, മാനമര്യാദയായിട്ട് വീട്ടിലിരുന്നാൽ മതി, വർക്ക് അറ്റ് ഹോം ആകുക, ലോക്ക്ഡൗൺ ആകുക, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് ദി ഡാറ്റ അബൌട്ട് കോവിഡ്-19 എന്താണ് അതിൻ്റെ പ്രധാനമായ രോഗലക്ഷണം, അത് മറ്റു രോഗങ്ങളുള്ളവരെ ബാധിച്ചാൽ എന്ത് സംഭവിക്കും, അങ്ങനെ എത്ര പേരെ ബാധിച്ചു, അങ്ങനെ ബാധിച്ച് എത്ര പേര് മരിച്ചു, ഇതിനെപ്പറ്റി കൃത്യമായൊരു ഡാറ്റ നിങ്ങളുടെ ഉണ്ടാവുകയില്ല. കേരളത്തിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഉണ്ടാക്കിയ കണക്കെന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ കണക്കല്ല, കോവിഡ് ഡെത്തിൻ്റെ കണക്കല്ല, കോവിഡ് വന്നവരുടെ പോയവരുടെ കണക്കല്ല. നിങ്ങളുടെ കോവിഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയത്തിന് ആധാരമായ യാതൊരു സാങ്കേതികമായ മാർഗവും അവലംബിക്കാതെ ഒരു അബദ്ധം ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ പരിഭാവനമെന്ന് പറയുന്ന RT-PCR ലൈഫ് എന്ന് പറയുന്നത് 2 ദിവസത്തേക്കാണ്. 2 ദിവസം നിങ്ങൾക്ക് രോഗമുണ്ടാകില്ല എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തി 2 ദിവസം നിങ്ങൾ രോഗമില്ലാതെ ജീവിക്കുന്നു. 3-ാം ദിവസം ടെസ്റ്റ് വന്നാൽ നിൻ്റെ പാട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് കേരളത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്? എത്ര RT-PCR നിങ്ങൾ നടത്തി എന്ന് ചോദിച്ചാൽ 2 ദിവസക്കാലം നിങ്ങൾക്ക് ഈ രോഗമില്ല എന്ന്, അത് തന്നെ ആ പരീക്ഷണമെന്ന് പറയുന്നത് തന്നെ നേരെ ചൊവ്വയല്ല നടത്തിയിട്ടുള്ളൂ. അത് പോട്ട്, അത് നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ എന്താണ് ഈ ടെസ്റ്റ് കൊണ്ട് നിങ്ങൾ റിവീൽ ചെയ്യുന്നത്? എന്താണ് ഇയാൾക്ക് ഇനി മേലാൽ ഇത് വരില്ലെന്നാണ്? അങ്ങനെ ഒരു ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടോ? RT-PCR ചെയ്ത ഇത്ര പേർക്ക് ഈ രോഗം വരികയില്ല എന്ന് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തു ഇല്ലല്ലോ. വരുമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു വേർതിരിവ് നടത്തുന്നില്ല. ഈ ഒരു പരീക്ഷണം കൊണ്ട് നിങ്ങൾക്ക് ആരുടെയും രോഗം കൺഫേം ചെയ്യാനൊക്കില്ല. നിങ്ങളിപ്പോൾ RT-PCR നടത്തിയിട്ട് ഈ പറഞ്ഞില്ലേ ഒരു സ്ട്രാൻഡ് കണ്ടെത്തി നിങ്ങൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രാൻഡ് കണ്ടെത്തിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവില്ല. നിങ്ങൾ ഒരു RNA സ്ട്രാൻഡ് നിങ്ങളുടെ ശരീരത്തിൽ, പലതരത്തിലുള്ള RNA സ്ട്രാൻഡും ഒരാളുടെ ശരീരത്തിലുണ്ടാകും. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് ജോലിയുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു ദിവസം 1.25 ലക്ഷം പേരുടെ RT-PCR അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റോ നടത്തിയിട്ട് നിങ്ങൾ ഒന്നിനെയും മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് കൃത്യമായൊരു ഡാറ്റ ഉണ്ടായിട്ടാണ് യുവർ കൺഫർമേഷൻ എന്ന് പറയുന്നത് ലോകത്തോട് ചെയ്ത് ഏറ്റവും വലിയ രോഗസ്ഥിരീകരണം എന്ന് പറയുന്ന ആ സർവ്വ അബദ്ധം. അതിപ്പോൾ ഒമിക്രോൺ വരുമ്പോഴും നിങ്ങൾ രോഗസ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് വാട്ട്? ദർ ഇസ് നോ സിംറ്റംസ്. ഇയാൾക്ക് രോഗമുണ്ടെന്ന് യാതൊരു തെളിവുമില്ല. പക്ഷേ നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുകയാണ്. എന്തർത്ഥത്തിലാണ് രോഗം സ്ഥിരീകരിക്കുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം സ്പൈക്കുകൾ അവിടെ ഉണ്ട്, നിങ്ങളുടെ ഭാവനയിലുള്ള ഒരു മൈക്രോബിൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും ഒന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ടോ, ഒന്നിന് പകരം 2 വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫേബിളാണ്, ഒരു മൈക്രോ ഫേബിൾ. ആ മൈക്രോ ഫേബിളിന് നിങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രോഗവ്യാപനം എന്ന് പറയുന്ന ഒരു തീസിസ് ഉണ്ടാക്കുന്നത് ഇവിടെ മാത്രമായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയല്ല. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പണ്ട് കോവിഡ് വരുമ്പോഴത്തേക്ക് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1-2 ടെസ്റ്റ്, പിന്നെ ആൻറ്റിബോഡീസ് ടെസ്റ്റ്, പിന്നെ സീറോ പ്രോവലൻസ് ടെസ്റ്റ്, അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകളുടെയൊക്കെ അത്ഭുതങ്ങൾ ഒരു മായിക ലോകത്തിലായിരുന്നു നമ്മൾ സഞ്ചരിച്ചത്. എന്നിട്ട് കുറേ ആളുകളെ നിങ്ങൾ കൊന്നു, മരുന്ന് കൊടുക്കാതെയും കൊടുത്തും ഭയപ്പെടുത്തിയും ഭയപ്പെടുത്താതെയെല്ലാം നിങ്ങൾ കുറേ പേരെ കൊന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊന്നും രോഗം കൊണ്ടുള്ള മരണമായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ശീർഷകത്തിൽ അദ്ദേഹം പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കാര്യമായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹം പറയുന്ന ബൂസ്റ്റ് ദി ഡോസ് ഓഫ് ട്രാൻസ്പെറൻസി. സുതാര്യതയുടെ കാര്യത്തിൽ നമ്മളൊരു വലിയ കള്ളക്കളി കളിക്കുന്നുണ്ട്. കള്ളക്കളി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ
ഈ ലോകത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സുതാര്യത ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഒരു മറവ്? അതായത് നമ്മൾ കണ്ണും മൂക്കും മാത്രമല്ല നാക്കും മാത്രമല്ല മൂടിക്കെട്ടുന്നത്, നമ്മൾ വസ്തുതകളെ കൂടി മൂടിക്കെട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വരെ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല, നമ്മൾ മൂടിക്കെട്ടുകയാണെന്ന് പറയാം. പക്ഷേ ഇതിനെ സംബന്ധിക്കുന്ന വസ്തുതകൾ എന്തുകൊണ്ടാണ് ട്രാൻസ്പെറൻ്റ് അല്ലാത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഒപ്പീനിയൻ ആർ എവിഡൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം അദ്ദേഹം എഴുതുന്നിടത്ത് ഉണ്ട്. ദ ഡിസിഷൻ ഈസ് സെറ്റ്, അതായത് ഇപ്പോൾ കൊച്ചുങ്ങൾക്കെല്ലാം ഇത് കൊടുക്കാനായിട്ട് ഉത്തരവിട്ടു. ദി ഡിസിഷൻ ഈസ് സെറ്റ് ടു ബി ബേസ്ഡ് ഓൺ അഡ്വൈസ് ഓഫ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി. തീരുമാനമെടുത്തത് അദ്ദേഹം തന്നെ ഒരു സിംഗിൾ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് വളരെ ആധികാരികതയൊക്കെ ഉള്ളൊരു പത്രമാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെയൊന്നും അല്ല. അദ്ദേഹം എഴുതിയതിന് എന്തായാലും അവർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. എവിടെ സുതാര്യത എന്നൊരു ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ ഇനി സയൻറ്റിഫിക് കമ്മ്യൂണലിസം കൂടെ വരുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി. അതായത് ശാസ്ത്രജ്ഞ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയണ്ട, ശാസ്ത്രജ്ഞ സമൂഹം എന്ന് തന്നെ പറയാം, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. However, it was not clear whether that advice was based on opinion or scientific evidence. അവരുടെ ഉപദേശമനുസരിച്ചാണ് അത് ചെയ്തത്. പക്ഷേ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം അഭിപ്രായങ്ങളാണോ സയൻറ്റിഫിക് എവിഡൻസ് ആണോ ശാസ്ത്രീയമായ യാഥാർത്ഥ്യമാണോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല എന്നാണ് ഈ എഡിറ്റോറിയൽ പേജിൽ ഡിസംബർ 29 വെനസ്ഡേ ബുധനാഴ്ചത്തെ ഈ പത്രത്തിൽ ചന്ദ്രകാന്ത് ലഹാരി എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാപ്പായി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി? ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൻ്റെ ഏജൻറ്റന്മാരായി ഡിഗ്രി എടുത്ത കുറേ പേര് വാലും തുമ്പൽ അവൻ്റെ ജീവിതത്തിൽ ഒരു രോഗിയെ പരിശോധിച്ച് അല്ലെങ്കിൽ ചികിത്സിച്ച് രക്ഷപ്പെടുത്തണമെന്ന് ഒരു മാനസികമായ താല്പര്യമുള്ളവരല്ല. എങ്ങനെ ഈ കച്ചവടത്തിൽ പങ്കാളിയാകാമെന്ന് ആലോചിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വിവക്ഷിക്കുന്നത്. അങ്ങനെ കുറേ സംഘടനകളുണ്ട്, അവരെ എപ്പോഴും പറയുന്നില്ല. However, it was not clear whether that advice was based on opinion or the scientific evidence. അതായത് ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ചിലരുടെ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലാണോ? നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഒരു രോഗിയെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഒരു രോഗിക്ക് ഇന്ന രോഗമാണെന്ന് ഒരു ഡോക്ടർ പറയുന്നു, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു തേർഡ് ഒപ്പീനിയനൊക്കെ ആവശ്യമായിട്ട് വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ കണ്ടെത്താനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. അപ്പോൾ ഇത് ആരുടെയെങ്കിലും ഒരു അഭിപ്രായമാണോ, ഇതിനെന്തെങ്കിലും സയൻറ്റിഫിക്, അവസാനം നമ്മളുടെ സയൻറ്റിഫിക് എവിഡൻസിൽ ചെന്നെത്തണം. ആ എവിഡൻസാണ് എപ്പോഴും അട്ടിമറിക്കപ്പെടുന്നത്. രോഗത്തിൻ്റെ കാര്യത്തിൽ, രോഗനിർണയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ലാബുകൾ നിരന്തരമായി അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നത് സയൻറ്റിഫിക് എവിഡൻസിനെയാണ്. ഇന്ത്യൻ ക്ലിനിക്കൽ ലാബ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, സയൻറ്റിഫിക് എവിഡൻസ് അട്ടിമറിക്കാൻ വേണ്ടി. ചെറിയ ചില ഈ ഡയബറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ്റെയോ ഒക്കെ ഇതിലാണെങ്കിൽ അവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആ ന്യൂക്ലിയർ ലെവലിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഈ സ്കാനിങ്ങും മറ്റുള്ള ആ എക്സാമിനേഷൻസും ഒക്കെ ജനങ്ങളെ കബളിപ്പിക്കാനും ക്രൂരമായി ചൂഷണം ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സയൻറ്റിഫിക് എവിഡൻസിനെ അട്ടിമറിക്കുന്ന കശാപ്പ് ശാലകളാണ് നമ്മുടെ ലാബുകൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു ബിസിനസ്സിൽ കൂടി മാത്രമേ, മനുഷ്യൻ്റെ രക്തം കണ്ടുകൊണ്ട് മാത്രമേ, മനുഷ്യൻ്റെ ജീവൻ മുറിച്ചെടുത്തുകൊണ്ട് മാത്രമേ എനിക്ക് പണമുണ്ടാക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഇത്തരം ലാബുകളും ആ ലാബുകളുമായി ഒത്തുകളിക്കുന്ന കുറേ ഡോക്ടർമാരും ഈ ലാബിൻ്റെയും ഡോക്ടർമാരുടെയും ഒക്കെ ആ മേലാളന്മാരായിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ചേർന്നുള്ള
ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരകളാണ്. ഇവിടെയാണ് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ സാമ്പത്തിക വർഗീയത എന്ന് പറയുന്നത്. നമ്മളൊന്നിനെ വർഗീയത എന്ന് വിളിക്കുന്നത്, അതായത് ഒരു എന്തെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക സമുദായം മറ്റുള്ള ജനങ്ങൾക്ക് മേലൊരു ആക്രമണം അഴിച്ചുവിടുമ്പോഴാണ്. ഇത് പൊതുസമുദായത്തിന് മേൽ ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി അവരുടെ ജ്ഞാനാധികാരത്തിൻ്റെ നാട്യങ്ങൾ പുറത്തെടുത്ത്, എന്നാൽ അവർ കൃത്യമായും ഒരു സാമ്പത്തിക വർഗമായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ആക്രമണം, വിദ്വേഷപൂർണമായ ഒരു ആക്രമണത്തെയാണ് നമ്മൾ നമ്മുടെ ചികിത്സാ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അത് സാമ്പത്തിക വർഗീയതയുടെ ഒരു ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. എനിക്കറിയാം, ഈ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ വിശ്രുതനായ ചില ചികിത്സകന്മാരെ അറിയാം. അവർ ബിസിനസ് നടത്തുന്നത് എങ്ങനെയാണ് അവർ ഓരോ ജില്ലകളിലും അവരുടെ ഏജൻറ്റന്മാരെ സ്ഥാപിച്ചിട്ട്, കേട്ടിട്ടില്ലേ ഇദ്ദേഹം മഹാനാണ്, ദിവ്യനാണ്, അദ്ദേഹം ഒന്ന് തൊട്ടാൽ രോഗം പോവും, അതുകൊണ്ട് അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറയാനും വേണ്ടി എല്ലായിടത്തും ഏജൻറ്റന്മാരെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ തരത്തിൽ ബിസിനസ് നടത്തി കോടികൾ സമ്പാദിക്കുന്ന ആ സാമ്പത്തിക വർഗീയതയുടേതായിട്ടുള്ള പുരോഹിതന്മാർ, അവർ ഏറ്റവും അധികം കൂടുതൽ മേഞ്ഞ് നടക്കുന്ന ഒരു മേഖലയാണ് വൈദ്യശാസ്ത്ര രംഗം. അതാണ് അതിനുള്ള ഈ സാമ്പത്തിക വർഗീയത പടർത്താൻ പറ്റിയ ഒരു മണ്ഡലം, മനുഷ്യൻ്റെ രോഗചികിത്സയുടെ മണ്ഡലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. If media reports are to be believed, in the 4th week of December, the COVID-19 vaccine subgroup of the National Technical Advisory Group of Immunization, NTAGI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു ഉപദേശക സമിതി എന്ന് പറയുന്ന ഒന്നുണ്ട്. അവർ ഈ 4ാം വാരത്തിൽ COVID-19 വന്നിട്ട് 4ാം വാരത്തിൽ വിച്ച് വാസ് സപ്പോസ് ടു റിവ്യൂ ദി ഡാറ്റ ഓൺ ദി സയൻറ്റിഫിക് എവിഡൻസ് ഓൺ ദി ബൂസ്റ്റർ ഷോട്ടിനെ പറ്റിയുള്ള സയൻറ്റിഫിക് എവിഡൻസ് പരിശോധിക്കാൻ ബാധ്യസ്ഥരായ ആൾക്കാർ ഡിസംബർ 4ാം വാരത്തിൽ ബൂസ്റ്റർ ഷോട്ട് ആൻഡ് വാക്സിനേഷൻ ഓൺ ചിൽഡ്രൻ ഹാഡ് പോസ്റ്റ്പോൺ ദി മീറ്റിംഗ് ഫോർ എ ലേറ്റർ ഡേറ്റ്. അതായത് എപ്പോഴാണ് 4th വീക്ക് ഓഫ് ഡിസംബറിൽ കൂടാൻ ഇരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി തീരുമാനമെടുക്കേണ്ടുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അവർ ഈ ഡിസംബർ 4ാം വാരത്തിൽ കൂടുന്നതിന് പകരം, അതായത് കുട്ടികൾക്ക് ഇത് കൊടുക്കണോ, ബൂസ്റ്റർ ഡോസ് പ്രായമായവർക്ക് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ NTAGI എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുണ്ട്. അത് ഇമ്മ്യൂണൈസേഷനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്ന സംഘടനയാണ്. അവർ ഡിസംബർ 4ാം വാരത്തിൽ കൂടാനിരുന്നതാണ്. അവരത് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവരാണ് അഡ്വൈസ് കൊടുക്കേണ്ട ആൾക്കാർ. ഓൺ ദി ബേസിസ് ഓഫ് സയൻറ്റിഫിക് എവിഡൻസ് ദേ ആർ സപ്പോസ് ടു ഗിവ് അഡ്വൈസ്. അവർ ഈ രോഗം മാറ്റിവെച്ച ഉടനെ തന്നെ ഡിസംബർ 4ാം വാരത്തിൽ അവർ നടത്താനിരുന്ന ആ യോഗം മാറ്റിവെച്ചു. എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് നോക്കാറുന്നുകൂടാ. മാറ്റിവെച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായി. എന്താണ്? കുട്ടികൾക്കെല്ലാം കരുതൽ ഡോസും മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസും കൊടുത്തേരെ. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ചിലയിടത്ത് വേണമെന്ന് നിർബന്ധം, ചിലയിടത്ത് വേണ്ടെന്ന് നിർബന്ധം. ഇവിടെയൊക്കെ എന്താ ഇല്ലാതായി പോകുന്നത്? ട്രാൻസ്പെറൻസിയാണ് ഇല്ലാതായി പോകുന്നത്. A few members of NTAGI have written or spoken publicly about not having enough scientific evidence to administer booster. അതേസമയം ഇതിനുള്ളിലുള്ള ചില അംഗങ്ങൾ, ഈ സംഘത്തിലുള്ള NTAGIയിലുള്ള ചില സംഘങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തു പരസ്യമായിട്ട്, നോട്ട് ഹാവിങ് ഇനഫ് സയൻറ്റിഫിക് എവിഡൻസ്. അതായത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഈ ബൂസ്റ്റർ ഡോസും കരുതൽ ഡോസും കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് കിട്ടിയിട്ടില്ല എന്ന് ഇതിലുള്ള ചില അംഗങ്ങൾ പരസ്യമായി പറയുകയും ചെയ്തു. ആൻഡ് വാക്സിനേറ്റ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ദി
term precaution dose is being considered as tacit acknowledgement of insufficient evidence. അതായത് ഈ കരുതൽ ഡോസ്, വരാതിരിക്കുന്നതിനുള്ള കരുതൽ ഡോസ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ അത് ടാസിറ്റായിട്ട്, അത് നിശബ്ദമായിട്ട് ഒരു വസ്തുതയെ അംഗീകരിക്കുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഓഫ് ഇൻസഫിഷ്യൻ്റ് എവിഡൻസ്. വാട്ട് എൽസ് എക്സ്പ്ലെയിൻസ് നോട്ട് കോളിംഗ് ഇറ്റ് എ ബൂസ്റ്റർ ഡോസ്? അതായത് മറ്റെന്തുകൊണ്ടാണ് അതിനൊരു ബൂസ്റ്റർ ഡോസ് എന്ന് നിങ്ങൾ വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് അതിനൊരു കരുതൽ ഡോസ് എന്ന് വിളിക്കുന്നത്? കരുതൽ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൂസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഒരു കരുതലിന് വേണ്ടി കൊടുക്കുന്ന ഡോസാണ്, ഒരു കോഷൻ ഡോസാണ്. എന്താണ്? പ്രീകോഷൻ ഡോസ്. ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ, വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നിങ്ങൾ കൊടുക്കുന്ന ഡോസാണ് എന്ന് പറയുന്നതിന് മറ്റെന്താണ് യുക്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് എത്രയാണ് 7.5 കോടി കുട്ടികൾക്ക് നിങ്ങൾ ഈ തരത്തിൽ ഒരു ഡോസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രകമ്പനങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കൊടുക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. ഇങ്ങനൊരു രോഗമുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിന് ചികിത്സ നിർണ്ണയിക്കുന്നതിലും ഇപ്പോൾ ഒരു പുതിയ മരുന്ന് കൊടുക്കാമെന്ന് പറയുന്നതിൽ ഇതിലൊന്നും ആർക്കും എതിർപ്പില്ല. ബട്ട് ദർ ഷുഡ് ബി scientific basis for it, and we lack it, and we don't have the least level of transparency in these matters. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്മ്യൂണൈസേഷനെ സംബന്ധിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ തന്നെ ഒരു സമിതിയെ ഉണ്ടാക്കുക, ആ സമിതിയുടെ യോഗം മാറ്റിവെക്കുക. സമിതിയിൽ നിന്ന് പുറത്തു വരുന്നവർ ഇതുവരെയും ഈ ബൂസ്റ്റർ ഡോസ് കൊടുക്കാൻ വേണ്ടിയുള്ള സയൻറ്റിഫിക് എവിഡൻസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുക. അതിന് 1 മാസക്കാലം മുമ്പ് IMA എന്ന് പറയുന്ന സംഘടനയ്ക്ക്, പിന്നെ എന്തിനാ IMAക്കാരെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു? എന്തിനാ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഘത്തെ ഉണ്ടാക്കിയത്? സയൻറ്റിഫിക് എവിഡൻസ് കണ്ടെത്താനായിട്ട്. ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ലെങ്കിലും ബൂസ്റ്റർ ഡോസ് കൊടുക്കണം എന്ന് ആര് കൽപ്പിച്ചു? IMA കൽപ്പിച്ചു. ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ഡോക്ടർമാരുടെ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല, ബൂസ്റ്റർ ഡോസ് കൊടുക്കണമെന്ന് അഡ്വാൻസ് ആയിട്ട് ഇവരാരും പ്രവാചകന്മാരാണ്? ദൈവത്തിൽ നിന്ന് ദൈവവിളി ഉണ്ടായിട്ടാണോ ബൂസ്റ്റർ ഡോസ് കൊടുക്കണമെന്ന് പറയുന്നത്? അവർ പറയുന്നതേ നടക്കൂ. കാരണം അവർ കച്ചവടക്കാരാണ്, അവർ മനുഷ്യൻ്റെ ജീവൻ കച്ചവടം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇനിയും സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് പറയുന്ന, അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ സമിതിയിലെ അംഗങ്ങളും അങ്ങനെ പറയുമ്പോൾ ഈ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നതേ മാറ്റിയിട്ട് പ്രീകോഷൻ ഡോസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കൊണ്ടുവരുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചന്ദ്രകാന്ത് ലഹാരിയ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളതിന് ഉത്തരം പറയണം. വെറുതെ IMA UMA എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് കിട്ടിയത്? എന്തടിസ്ഥാനത്തിലാണ്? നമ്മളെല്ലാത്തിനും അങ്ങ് മുൻകരുതലെടുക്കണം, നമുക്ക് കുറേ വിൽപ്പന നടത്തണം, കുറേ മരുന്നുകൾ വിൽക്കണം. വേണ്ട എന്ന് ഡോക്ടർ NM മരണം എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ ഇവരോടൊക്കെ അദ്ദേഹം ഈ IMAയുടെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുകയാണ്, ഫാവിപിറാവിർ എന്ന് പറയുന്നൊരു മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നെല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ ഉടനീളമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഈ കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൊടുക്കേണ്ട മരുന്നാണോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു ശാസ്ത്രീയമായ സാധ്യതയും ഇല്ലാതിരിക്കുക നമ്മളങ്ങ് കൊടുക്കുകയാണ്, ആളുകൾക്കങ്ങ് കൊടുക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വിറ്റഴിക്കണം, വിൽപ്പനയാണ് പ്രധാനം. അതായത് മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമെന്തോ ആകട്ടെ, അവർ പരീക്ഷണ മൃഗങ്ങളാണ്. അവരെ നിങ്ങൾ കൊല്ലാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ പരീക്ഷണ മൃഗങ്ങളാണോ? ഗിനി പിഗ് എന്നും പറഞ്ഞൊരു പ്രയോഗം നമുക്കുണ്ട്. ഗിനി പിഗുകളാണോ, നമ്മൾ പന്നികളാണോ എന്നുള്ളതാണ് നമ്മളെ തുറച്ചു നോക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഇതിൻ്റെ ഒരു വലിയൊരു വിൽപ്പനക്കാരനുണ്ട്, ഇതിൻ്റെ ഒരു വലിയ വിൽപ്പനശാലയാണ് കേരളത്തിൻ്റെ ഒരു വലിയ വിൽപ്പനശാലയാണ്. 3 മുഖം മൂടി കെട്ടുവിൻ, മുറുക്കി കെട്ടുവിൻ, അത് കഴിഞ്ഞതിന് ശേഷം ആളുകൾ തമ്മിൽ കണ്ടാൽ സംസാരിക്കാതിരിക്കുവിൻ, എൻ്റെ യോഗത്തിന് മാത്രം ഒരു 10,000 പേർ പങ്കെടുക്കട്ടെ, അവർ പരസ്പരം മുഖം മൂടി ഇല്ലാതെ തന്നെ പരസ്പരം സംസർഗപ്പെട്ടുകൊള്ളട്ടെ എന്നൊക്കെ വിധിക്കുന്ന ഒരു ന്യായാധിപൻ്റെ സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞില്ല ഇതിനെപ്പറ്റി നിങ്ങൾ ഇതിന് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കി. മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു കളി കളിക്കുമ്പോൾ, നിങ്ങളിത് വ്യാപകമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ കഴിയാത്ത നിങ്ങൾ പിന്നെ എങ്ങനെയാണ് സിൽവർ ലൈൻ ട്രാൻസ്പെറൻസി ഉണ്ടാക്കുക? നിങ്ങളുടെ DPR റിപ്പോർട്ട് അത് ട്രാൻസ്പെറൻസിയുടെ ഒരു അട്ടിമറി എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും ആയിത്തീരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അപകടകരമായ കളിയാണ്. എത്ര കാലം നിങ്ങളിങ്ങനെ കാശുണ്ടാക്കി കാശിൻ്റെ സാമ്രാജ്യങ്ങൾ നിങ്ങൾ പണിതുയർത്തും എന്നുള്ളത് ഇനിയും നമ്മൾ കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ചർച്ചയ്ക്ക് ഒരു കാര്യം തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, കിറ്റക്സിൽ പോലീസുകാരെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പരക്കെ പറയുന്നത്. അപ്പോൾ അതീ പറഞ്ഞതുപോലെ ഒരു പുതിയ തരം സാമ്പത്തിക വർഗീയത, അതായത് സാമ്പത്തിക വർഗീയത എന്ന് പറയുന്നത്, നിനക്ക് കിറ്റ് തരാം, നിനക്ക് മാസം തോറും 600 രൂപ ഞാൻ അയച്ചു തരാം. അത് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതാണ്. നിനക്ക് നീ വിശന്ന് കിടക്കുമ്പോഴത്തേക്ക് നിനക്ക് 10 രൂപയ്ക്ക് ഊണ് തരാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകയാണ്, ആളുകളെ ശേഖരിക്കുകയാണ്, ആൾബലം ഉണ്ടാക്കുകയാണ്. പിന്നിൽ നിൽക്കാൻ ആളുണ്ടാകണം. നിങ്ങൾക്ക് വിശന്ന് പൊരിയുമ്പോൾ, നിങ്ങൾക്ക് ജീവിതത്തിന് യാതൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ നിനക്കിതൊക്കെ തരാമെന്ന് പറഞ്ഞ് നിന്നെ എൻ്റെ കൂടെ കൂട്ടുക. നിൻ്റെ വീട് ഇടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ വരികയാണ്, ഒരു JCB ആയിട്ട് ഞാൻ വരികയാണ്. നീ അതിൻ്റെ പുറകെ കയറി കിടക്കുമ്പോൾ നിന്നെ പിടിച്ചെണീപ്പിക്കും. ഇവിടെ ഭൂമിക്ക് എത്ര വിലയുണ്ട്, ഭൂമിയുടെ മാർക്കറ്റ് വില ഇതാണ്, അതിന് പകരം ഞാൻ 4 ഇരട്ടി വില തരാം എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ കൂടെ കൂടും. എൻ്റെ വീട് ഇടിച്ച് നിരത്തിക്കോ, വീടിൻ്റെ വില ഞാൻ 4 ഇരട്ടി തരാം, നിൻ്റെ ഭൂമിയുടെ വില ഞാൻ 4 ഇരട്ടി തരാം എന്ന് പറയുമ്പോൾ ഇതൊരു സാമ്പത്തിക വർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ പിന്നിൽ അണിനിരത്തുന്നത് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന്. എപ്പോഴും അങ്ങനെയാണല്ലോ, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് നിങ്ങളുടെ അനുയായിയാക്കി മാറ്റുക. പണ്ട് മതപരിവർത്തനം നടത്തുമ്പോഴും അങ്ങനെയാണ്. ആദ്യം ഒരു അന്യ സമൂഹത്തിന് മേൽ നിങ്ങൾ ആക്രമണം നടത്തുകയാണ്. ആക്രമിച്ച് നിങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് നിങ്ങൾ ബലവാനാണ്, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ശക്തിയുണ്ട്, ആയുധമുണ്ട്, കീഴ്പ്പെടുത്തിയതിന് ശേഷം നീ എൻ്റെ മതത്തിൽ ചേരുകയാണെങ്കിൽ ഇനിയും നിനക്ക് ആനുകൂല്യങ്ങൾ തരാം എന്ന് പറയുന്നത് പോലെ, നീ ഈ കേരയിൽ പ്രസ്ഥാനത്തിൻ്റെ അനുയായിയാകുകയാണെങ്കിൽ നിനക്ക് മേൽഗതി ഉണ്ടാകും എന്ന് പറഞ്ഞ് നിന്നെ കൂടി മതപരിവർത്തനം ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് സാമ്പത്തിക വർഗീയത എന്ന് പറയുന്നത്. ആ സാമ്പത്തിക വർഗീയത ഒരു സാമ്പത്തിക വർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പൊതു താല്പര്യത്തെ വഞ്ചിക്കുവാൻ നീ എന്നോടൊപ്പം നിൽക്കൂ എന്ന് പറയുന്ന ഒരാഹ്വാനത്തിൻ്റെ മന്ത്രമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ശശി തരൂരിന് എന്തൊക്കെയോ വലിയ കടുത്ത സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബിനോയ് വിശ്വത്തിനും എന്തൊക്കെയോ കടുത്ത സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംശയങ്ങളൊക്കെ വിഴുങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ KM മാണി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന, നിങ്ങൾ KM മാണിക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കസേര അടിച്ചൊടിക്കുകയും പെണ്ണുങ്ങളെ കൊണ്ട് മുഖ്യമന്ത്രിയെ തടഞ്ഞു വയ്ക്കുകയും പെണ്ണുങ്ങളെ UDF MLA കൂടി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ഏറ്റവും മോശപ്പെട്ട ചില രംഗങ്ങൾ നിങ്ങൾ KM മാണിക്കെതിരെ ഇവിടെ ആവിഷ്കരിക്കുകയുണ്ടായി. അത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്, മാണി വളരെ സ്ട്രൈറ്റായിരുന്നു. മാണി പണമുള്ള നോട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന് എണ്ണം, അതിന് ഒളിവും മറവൊന്നും വേണ്ട. മാണി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കക്ഷികളെ, അബ്കാരികളെ, എല്ലാ അസോസിയേഷൻകാരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് സൗജന്യമാണ് തരേണ്ടത്? അത് ഞാൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കും. ബഡ്ജറ്റ് പ്രഖ്യാപിക്കണമെങ്കിൽ അതിനൊരു ചെറിയ കൈമുടക്ക് തരണം. ആ കൈമുടക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൈമുടക്കിനേക്കാൾ വളരെയേറെ ഗുണമുണ്ടാകുന്ന ചില വകുപ്പുകൾ ബഡ്ജറ്റിൽ കാണും. ബഡ്ജറ്റിൽ അത് കണ്ടിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ്
ഈ തരം ഒരു ചർച്ച നടത്തി അത് ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നത് പോലെ ഈ കേരളിനെ സംബന്ധിച്ചും ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒരു ചർച്ച നടത്തി. എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് അങ്ങനെ ചർച്ച നടത്താനുള്ള ഒരുപാട് വഴികളുണ്ട്, അത് നമുക്കറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മേഖലയിൽ, ധനകാര്യ മേഖലയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് കിറ്റക്സ് സാബുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കിറ്റക്സ് സാബുവിന് വേണമെങ്കിൽ കുറേ കൂടെ ബുദ്ധിമാനായിരുന്നെങ്കിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇടയ്ക്ക് കുട്ടനാട്ട് മരിച്ചുപോയ ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹം ഈ കിറ്റക്സ് സാബുവിനെ പോലെ തന്നെ ഒരു മഹാനാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്, ഒരു വ്യവസ്ഥാപിത UDFിലോ LDFിലോ അദ്ദേഹത്തിന് സ്ഥാനം വേണം. അപ്പോൾ UDFിലും LDFിനും ഒരേപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ് മുതലാളിയുടെ വ്യക്തിത്വം. ഇത്രയും ധനവാനായ ഒരാളെ സ്വീകരിക്കാൻ UDFും LDFും ഒരേപോലെ സന്നദ്ധരായിരുന്നു. അവിടെ ഡോക്ടർ KC ജോസഫ് എന്ന് പറഞ്ഞ് വളരെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു MLA ഉണ്ട്. അയാളെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ മുതലാളി കടന്നു വരുന്നത്. ഇപ്പോൾ ആ മുതലാളിയുടെ അനിയനോ ചേട്ടനോ ആരാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുതലാളിമാർക്ക് കടന്നു വരാനുള്ള വഴികളും സ്ഥലവും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എറണാകുളത്ത് ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, കിറ്റക്സ് മുതലാളിക്ക് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലുള്ള ഒരാളാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞില്ലേ ഒരു കോർപ്പറേറ്റുകളുടെ നേരിട്ടുള്ള ഭരണം, പണ്ടീ പറഞ്ഞില്ലേ പുരോഹിതന്മാരുടെ നേരിട്ടുള്ള ഭരണം, പുരോഹിതന്മാരെ സാധാരണ നേരിട്ട് ഭരിക്കാറില്ല, പിറകിൽ നിന്നുകൊണ്ട് ക്ഷത്രിയനെ കൊണ്ട് ഭരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രാഹ്മണൻ നേരിട്ട് വാളെടുക്കുകയും ഇവിടെ വന്നിട്ട് 64 ഗ്രാമങ്ങൾ ബ്രാഹ്മണർക്കായിട്ട് പകുത്തു കൊടുക്കുകയും അങ്ങനെ വാളെടുത്ത് യുദ്ധം ചെയ്യുകയും ക്ഷത്രിയന്മാരെ ഓടിക്കുകയും ക്ഷത്രിയന്മാർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ കഥകളുണ്ട്. അതാണ് ഈ കാത്തവീര്യാർജുനീയം എന്നൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെയൊക്കെ ആ കഥ വരുന്നത്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ഭാര്യ ഒരു ക്ഷത്രിയനിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രാഹ്മണൻ്റെ വീര്യം ഉണർന്നു വരികയും അമ്മയെ കൊല്ലുകയും ചെയ്തു. അമ്മയെ കൊന്നിട്ട് എന്ത് ചെയ്തു, രാജ്യം പിടിച്ചെടുത്തിട്ട് ആ രാജാവിൻ്റെ രാജ്യം പിടിച്ചെടുത്തിട്ട് അത് 64 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തു. അവിടെയാണ് ബ്രാഹ്മണൻ വാളുമായി പ്രത്യക്ഷപ്പെട്ട് കൊല ചെയ്ത് ക്ഷത്രിയന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് കാണുന്നത്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്, പുരോഹിതന്മാർ നേരിട്ട് വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നത്. അല്ലാതിരിക്കുമ്പോൾ കോർപ്പറേറ്റുകൾ നേരിട്ട് വന്ന് ഭരിക്കാറില്ല, അവർ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഭരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു നിലപാട്. പക്ഷേ ഇവിടെ ഒരു കോർപ്പറേറ്റ് മുതലാളി നേരിട്ട് ഭരിച്ചു കളയാമെന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിന് എന്താണ് മാർഗമെന്ന് ചോദിക്കുമ്പോൾ അതിന് VKCയുടെ മാർഗമുണ്ട്, അതിന് PV അൻവറിൻ്റെ മാർഗമുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യാനായിട്ട് ഇടതുപക്ഷം കതകും തുറന്നു പിടിച്ചിരിക്കുകയാണ്. ഇവിടെ കിറ്റക്സ് സാബുവിന് അവിടെ കിഴക്കമ്പലത്ത് അങ്ങനെ ഒരു LDFിൻ്റെ താവളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. അതേസമയം കോൺഗ്രസ്സുകാർ അവിടെ പിടിമുറുക്കിയിരിക്കുകയാണ്, അവർ അത് വിട്ടുകൊടുക്കുകയില്ല, അയാളെ അതിനകത്ത് കയറ്റുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം, വയനാട്ടിലോ മറ്റോ ഒരു സീറ്റ് ചോദിച്ചിരുന്നെങ്കിൽ സാബുവിനൊരു സീറ്റ് കൊടുക്കുമായിരുന്നു. UDFിൻ്റെ മന്ത്രിസഭ വരെയാണെങ്കിൽ അവർ മന്ത്രിയാകാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിക്കാത്തതുകൊണ്ടാണ് കിറ്റക്സിൽ ഈ തരത്തിലുള്ള, അതായത് പറഞ്ഞില്ലേ, ഒരു സാമ്പത്തിക വർഗമാണ് CPMന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, ഒരു സാമ്പത്തിക വർഗമാണ് UDFിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അവരെ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ PV അൻവർ, ഇപ്പോൾ VKC മുഹമ്മദ് കോയ, അദ്ദേഹം നല്ല മാന്യനായ ഒരു കച്ചവടക്കാരനാണ്. ഇപ്പോൾ യൂസഫ് അലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ താലമെടുത്ത് സ്വീകരിക്കാൻ നിൽക്കുന്നു. രവിപ്പിള്ള വരുമ്പോൾ രവിപ്പിള്ളയ്ക്ക് കൊട്ടാരം എഴുതി കൊടുക്കുന്നു. ഇതൊക്കെയാണ് പറഞ്ഞില്ലേ ഒരു സാമ്പത്തിക വർഗത്തിൻ്റെ താലമെടുപ്പുകാരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള അർത്ഥത്തിൽ. രാഷ്ട്രീയ പ്രവർത്തകരെ ഈ പറഞ്ഞ ക്ഷത്രിയരെ ഉപയോഗിച്ചു കൊണ്ട് എന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക വർഗം അതിൻ്റെ താല്പര്യം നിലനിർത്തുകയും അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകോഴികളെപ്പോലെ രംഗത്തിറക്കിക്കൊണ്ട് അവർ കൊല്ലും കൊലയും നടക്കുമ്പോൾ അതിലൂടെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു തരം സാമ്പത്തിക വർഗീയതയാണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നത്.
അതിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ലുലു മുതലാളി വരുമ്പോഴത്തേക്ക് അദ്ദേഹം എല്ലാവർക്കും UDFനും LDFനും BJPക്കും എല്ലാം ഒരേപോലെ സ്വീകാര്യനായി തീരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും മീതെ ഈ സാമ്പത്തിക വർഗീയതയുടേതായിട്ടുള്ള പ്രമുഖന്മാർ അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നൊരർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറച്ച് പറഞ്ഞില്ലേ, ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ നമുക്ക് കുറേ പിള്ളേരെയൊക്കെ പിറക്കി എടുത്തുകൊണ്ട് വന്ന് നീ അവിടെ ഇരി, നീ ഇവിടെ ഇരി എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ട് ഭരണം ആര് നടത്തും? ഭരണം യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക വർഗീയതയുടെ ഉറ്റവനും ഉടയവനുമായ പ്രമുഖൻ തന്നെ ആയിരിക്കും ഭരണം നടത്തുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി തീർക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഇത് ഈ കേരളത്തിന് ഒരിക്കലും നിങ്ങൾ പ്രളയ ദുരിത ആശ്വാസ ഫണ്ടിൽ നിന്ന് മോഷണം നടത്തി, നിങ്ങൾ സഹകരണ ഫണ്ടിൽ നിന്ന് ബാങ്കുകളെ കൊള്ളയടിച്ച് മോഷണം നടത്തി, അതിനേക്കാൾ ഏറെ ക്രൂരമായ ഒരു മോഷണമാണ് നിങ്ങൾ ഈ തരത്തിൽ മനുഷ്യൻ പറഞ്ഞില്ലേ, അർത്ഥപ്രാണനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്കെന്ന മട്ടിൽ നിങ്ങൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി PPE കിറ്റ് മുതൽ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നടത്തിയ കൊള്ള എന്ന് പറയുന്നത്, അതിൻ്റെ കണക്ക് നീ പറയണം, പറഞ്ഞേ മതിയാവും. മറ്റെല്ലാറ്റിൻ്റെ കണക്കും അതിൻ്റെ പിന്നാലെ വരുന്നത്. അതായത് കിഫ്ബിയുടെ കണക്ക് ചോദിക്കുമ്പോൾ ഇയാളാരാ, CAG ആരാ കിഫ്ബിയുടെ കണക്ക് ചോദിക്കാൻ? ഒന്നിനും കണക്ക് ചോദ്യം പാടില്ല. നമ്മൾ തോന്നിയ വില കൊടുത്ത് വാങ്ങും, എല്ലാ മാനുവലിനെയും വയലേറ്റ് ചെയ്തതങ്ങ് ചെയ്തിട്ട് നടപ്പിലാക്കും. കരുവന്നൂർ കുറേ പേരെ ജയിലിലാക്കി, കുറേ പേരെ പറഞ്ഞില്ലേ, കുറേ പേരെ ബലിമൃഗങ്ങളാക്കിയിട്ട് ഞാനത് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേരളയിൽ വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് അത് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് കയറി അഭിപ്രായം പറയാൻ കുഞ്ഞാലിക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്ക് കഴിയാത്തത്? കുഞ്ഞാലിയുടെ മകൻ്റെ കള്ളപ്പണം മലപ്പുറം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അതിനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ പണം സൂക്ഷിച്ചിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവായ സെക്രട്ടറിയാണ്. ആ ബാങ്കിൻ്റെ സെക്രട്ടറി മാർക്സിസ്റ്റുകാരനാണ്. ഈ ഒരു സഖ്യമെന്ന് പറയുന്നത് ഇതൊരു സാമ്പത്തിക വർഗത്തിൻ്റേതായിട്ടുള്ള പൊതു താല്പര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യവും പിണറായി വിജയൻ്റെ താല്പര്യവും യൂസഫ് അലിയുടെ താല്പര്യവും ദാവൂദ് ഇബ്രാഹിമിൻ്റെ താല്പര്യവും തമ്മിൽ സംഘർഷങ്ങളില്ല. ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആൾക്കാരും ഇവിടെ ലൈഫ് മിഷനിൽ ദല്ലാൾ പണി നടത്തിയ ആൾക്കാരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. ഈ കള്ളക്കടത്തിൻ്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമാണ് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഡി കമ്പനിയാണ്. അപ്പോൾ ഡി കമ്പനിക്ക് കേരളത്തിൽ വേരുകളുണ്ടോ? ഡി കമ്പനിക്ക് ദുബായിൽ വേരുകളുണ്ടോ? ദുബായിൽ വേരുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ട. പലരും ഈ തരത്തിൽ കോടികൾ വാരി വിതറുകയും റെഡ് ക്രസൻറ്റിൻ്റെ വക്താവായിട്ടോ അല്ലെങ്കിൽ ദുബായ് ഗവൺമെൻറ് വക്താവായിട്ടോ പല അഭിനയ രൂപങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ തരത്തിൽ ഒരു ഡി കമ്പനിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കും. അതുകൊണ്ട് ഡി കമ്പനിയുടെ ഇത് എന്ന് ജനങ്ങൾ കരുതുന്ന ആൾക്കാരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഇവിടുത്തെ ഈ രാഷ്ട്രീയ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക സാമ്പത്തിക വർഗത്തിൻ്റെ അനുയായികളും നടത്തിപ്പുകാരുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ PV അൻവറിൻ്റെ കേസെടുക്കുക. PV അൻവർ പോയ സ്ഥലത്തിൻ്റെ പേര് സെയ്റ ലിയോൺ എന്ന് പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. ആ വെസ്റ്റ് ആഫ്രിക്കയിലെ സ്ഥലമാണെന്ന് പറയുമ്പോഴത്തേക്ക് ദാവൂദ് ഇബ്രാഹിം ഈ ബ്ലഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ എമറാൾഡ് എന്ന് പറയുന്ന തരത്തിലുള്ള രക്തം പുരണ്ട രത്നങ്ങൾ കച്ചവടം ചെയ്യും. അതായത് അവിടുത്തെ ഈ പറഞ്ഞില്ലേ മിലിറ്റൻസ് ആയിട്ടുള്ള അവിടുത്തെ ഈ കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അതായത് അവിടുത്തെ സർക്കാരിൻ്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് രത്നഖനനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഈ മൈൻ ചെയ്തെടുക്കുന്ന രത്നങ്ങളെയാണ് ഈ തരത്തിൽ രത്നങ്ങൾ എന്ന് പറയുക.
അങ്ങനെ ഈ ബ്ലഡ് സ്റ്റോൺസ് അങ്ങനെ ഖനനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൈറാ ലിയോൺ എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മുടെ MLA പോയിരുന്നത്. ഇതേ സ്ഥലത്ത് ദാവൂദ് ഇബ്രാഹിമിനും ഇതേ കച്ചവടമുണ്ട്. ദാവൂദ് ഇബ്രാഹിം പ്രധാനമായിട്ടും ഉപജീവിക്കുന്നത് ഈ തരത്തിലുള്ള വിധ്വംസക ഈ മൈനിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ്സിനെയാണ്. ഈ തരത്തിൽ ആഫ്രിക്കൻ ഗവൺമെൻറ്റുകളെ ധിക്കരിച്ചുകൊണ്ട് സ്വതന്ത്ര സൈനിക സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതായ തരത്തിൽ മൈനിങ് നടത്തുകയും രത്നവ്യാപാരം നടത്തുകയും ചെയ്യുമ്പോൾ ആ രത്നവ്യാപാരത്തിൻ്റെ പിന്നിൽ കോങ്കോയിലും ഇവിടെ ടാൻസാനിയയിലും ഒക്കെ ഇവർക്ക് ബന്ധങ്ങളുണ്ട്. അത് നമ്മുടെ അൻവറിന് ടാൻസാനിയയിൽ ബന്ധമുണ്ടോ, അത് യൂസഫ് അലിക്ക് ടാൻസാനിയയിൽ ബന്ധമുണ്ടോ എന്നൊന്നും ഞാൻ ആരോടും ചോദിക്കുന്നില്ല. എന്തായാലും സൈറാ ലിയോണിൽ ആണ് ഇയാൾ പോയതെന്ന് പറയുന്നുണ്ട്. ആ സൈറാ ലിയോണിൽ ഈ ഈ ഈ ബ്ലഡ് സ്റ്റോൺ കച്ചവടമുണ്ട്, ബ്ലഡ് സ്റ്റോൺ മൈനിങ് ഉണ്ട്. അവിടെ സ്വർണം ഖനനം ചെയ്യാനാണ് അദ്ദേഹം പോയെന്ന് പറയുമ്പോൾ അത് ഡി കമ്പനിയുടെ ഒരു താവളം കൂടെയാണ് സൈറാ ലിയോൺ എന്ന് പറയുന്നത്. PV അൻവർ പോയിരിക്കുന്ന സ്ഥലം ഈ ഡി കമ്പനിയുടെ ഒരു സ്ഥാപനം കൂടിയാണ്. നമ്മളിതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എങ്ങനെ പെട്ടെന്ന് ശതകോടീശ്വരനായി, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഒരു അധോമണ്ഡലത്തിൽ എവിടെയോ ഈ രക്തം പുരണ്ട രത്നങ്ങൾ ശേഖരിക്കപ്പെടുന്നവരുമായി അദ്ദേഹത്തിനുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ള ബന്ധം, അദ്ദേഹം പറഞ്ഞില്ലേ വളരെ ഉത്തരവാദിത്വമുള്ള ബന്ധമാണ്. അദ്ദേഹം ഇങ്ങ് പുറത്തു വന്നതിന് ശേഷം നിയമസഭയിൽ പറഞ്ഞില്ലേ, ഒരു നിയമസഭാ സാമാജികൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് അറിയാൻ വയ്യാത്ത 2 പേരാണ് കേരളത്തിലുള്ളത്. ഒന്ന് രാഹുൽ ഗാന്ധി, അയാൾ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒരാളാണ്. വയനാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അയാൾക്ക് യാതൊരു പ്രജ്ഞയും ഇല്ല. എന്തിനാണ് അവിടെ ഒന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയത്? അദ്ദേഹത്തിന് UP-യിൽ അവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി അദ്ദേഹം ദിവസവും കാണുന്ന ആരെയൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ വോട്ട് വാങ്ങിച്ചാൽ പോരെ. ഒരു MP-ക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിയോട് ബന്ധമുണ്ടാകും. അദ്ദേഹം ഇപ്പം എത്ര വലിയ ദേശീയ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ. അങ്ങനെ ബഹുതല ഭരണകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ തിരക്കോടുകൂടി എന്ത് തിരക്കാണെന്ന് അറിഞ്ഞൂടെ. അവരുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ചിൽഡ്രൻസ് ഫിലിം മറ്റോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അദ്ദേഹം. അതാണ് ഒരാൾ. പിന്നെ രണ്ടാമത്തെ ആൾ, അദ്ദേഹം സ്വർണ്ണ ഖനനത്തിനായിട്ട് സിറോ ലിയോണിൽ പോയിരിക്കുകയാണ്. സിറോ ലിയോൺ എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ചെറിയൊരു ഭാഗമാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ ടാൻസാനിയ കോങ്കോ ബെൽറ്റിൽ വരുന്നതാണ്. ഇയാളുടെ പ്രധാന വിഹാര കേന്ദ്രം, ഡി കമ്പനിയുടെ പ്രധാന വിഹാര കേന്ദ്രവും ഈ രത്നക്കച്ചവട കേന്ദ്രവും അവിടെയാണ് PV അൻവറും പോയിരിക്കുന്നത്. ഇവിടുത്തെ നിയമസഭാ സമ്മേളനം ഉപേക്ഷിച്ചിട്ട് PV അൻവർ അവിടെ പോയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനായിട്ട് കൂടെ ഇവിടെ വരുന്നു, വീണ്ടും അവിടെ പോകുന്നു, വീണ്ടും ഇവിടെ വരുന്നു, വീണ്ടും അവിടെ പോകുന്നു, ഇവിടെ വരുന്നു. എന്നിട്ട് അവൻ്റെ നാവിൽ നിന്ന് വരുന്ന അഹന്തയുണ്ടല്ലോ, ഒരു MLA എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് വരുന്ന അഹന്ത, ആ അഹന്ത എന്ന് പറയുന്നത് ഈ കള്ളപ്പണക്കാരൻ്റെയും അധോലോക നേതാവിൻ്റെയും ഒരു ദാവൂദ് ഇബ്രാഹിം സംസാരിക്കുന്ന ഭാഷയിലാണ് PV അൻവർ സംസാരിക്കുന്നത്. ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉച്ചിയിലിരുത്തിക്കൊണ്ട് നമ്മളൊരു ജില്ല പിടിച്ചെടുത്തു. ആ ജില്ലയിൽ മുസ്ലിങ്ങൾ അപ്പാടെ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 സമസ്തകളും നമ്മുടെ പിന്നാലെയുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ പണവും നമ്മളാണ് സൂക്ഷിക്കുന്നത്. അതുമാത്രം നമ്മൾ തുറന്നു പറയില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണം സൂക്ഷിക്കുന്നത് നമ്മുടെ സഖാവാണ്. ആ കാര്യം നമ്മൾ തുറന്നു പറയില്ല. കള്ളപ്പണത്തിൻ്റെയും ഈ തരത്തിലുള്ള അധോലോക വ്യാപാരത്തിൻ്റെയും ഒരു മണ്ഡലത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയെ കൂടി ഞാൻ ഈ സാമ്പത്തിക വർഗീയതയിൽ ഉൾപ്പെടുത്തുന്നു. ഇതാണ് സാമ്പത്തിക വർഗീയത. ഇത് കറുത്ത പണമാണ്, കറുത്ത രക്തമാണ്, മനുഷ്യൻ്റെ ചോരയാണ്. മനുഷ്യനെ വിൽക്കുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും പറയാതിരിക്കാൻ പറ്റില്ല. PV അൻവർ പോകുന്നത് എവിടെയെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അയാൾ അവിടെ പോയി സ്വർണ്ണ ഖനനം നടത്തുകയാണെങ്കിൽ അയാൾ പിന്നെ അവിടെ സ്വർണ്ണ ഖനനം നടത്തിയിട്ട് അയാൾക്ക് അവിടെ ഇരുന്നാൽ പോരെ. അയാൾ ഇവിടെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നിലമ്പൂരത്തെ ആളെ രക്ഷിക്കാനായിട്ട് കൂടെ അയാളെ പറഞ്ഞില്ല, അയാൾക്ക് വേണ്ടി എന്തൊക്കെ അയാളുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക്
തിരിച്ചു പിടിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എത്ര പിടിച്ചിട്ടും അതിങ്ങോട്ട് വരുന്നില്ല. ഗവൺമെൻറ് ഭൂമി അയാൾ കൈവശം വെച്ചിരിക്കുകയാണ്, അത് പിടിച്ച് എടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോട്ട് വരുന്നില്ല, അത് അങ്ങോട്ട് തന്നെ പോവുകയാണ്. PV അൻവറിൻ്റെ ഭാഗത്തോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കേരയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ജോൺ ബ്രിട്ടാസിൻ്റെ കമ്പനി കേരയിൽ, ബ്രിട്ടാസ് ആണല്ലോ ഇതിൻ്റെ പ്രധാന ദല്ലാളൻ, ഈ കച്ചവടത്തിൻ്റെ ഈ മുൻകൂർ കാശ് വാങ്ങുന്നതിൻ്റെ ദല്ലാളൻ ബ്രിട്ടാസ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്രിട്ടാസിന് പാർട്ടി കിട്ടുന്ന ഒരു സ്ഥാനവും ഒരു മഹിമയും, അത് തോമസ് ഐസക്കിന് പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ബ്രിട്ടാസ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള കമ്പനികളുമായിട്ട് മുൻകൂർ കരാറുണ്ടാക്കി ആ വ്യവസ്ഥയിന്മേൽ LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ കേരയിൽ ഉൾപ്പെടുത്തുന്നതിൽ ബ്രിട്ടാസ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അതിൻ്റെ മാനേജരാക്കിയത് അതിൻ്റെ പ്രത്യുപകാരം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. അവർ സർവ്വതാ യോഗ്യയായതുകൊണ്ട് അവരെ അതിൻ്റെ മാനേജരായിട്ട് നിയമിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭരണം. ഇതാണ് ഇവിടുത്തെ ഭരണം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പിന്തുണയ്ക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സജീഷേ, അനിൽകുമാറെ, അരുൺകുമാറെ, നിങ്ങളൊക്കെ ഈ വൃത്തികേടിനെ പിന്തുണയ്ക്കാനായിട്ട്, ഇതൊക്കെ നിങ്ങളുടെ നെഞ്ചിലൂടെ നിരങ്ങി ഇറങ്ങുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ എത്ര കാലം ഇവരെ പിന്തുണയ്ക്കും? അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂട്ടത്തിൽ ചേർന്ന് ഈ പറഞ്ഞില്ലേ അപമാനവികതയുടെ ഡീഹ്യൂമനൈസേഷൻ്റെ ഒരവസ്ഥയിലിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഡീഹ്യൂമനൈസ്ഡാണ്. ഇപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഗൂണ്ട എന്ന് പറഞ്ഞ് ഒരാളുടെ സമൂഹത്തിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്ത് നിർത്തുന്നതിനേക്കാളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് കാണുന്ന ആൾക്കാരാണ് ഈ രത്നക്കച്ചവടക്കാരൊക്കെ. ഈ പറഞ്ഞതുപോലെ നേരത്തെ പോയി കേരയിലിൻ്റെ അച്ചാരം വാങ്ങിയിട്ട് കേരയിലൂടി LDFിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പണി ചെയ്യുന്നവനും അവന് കിട്ടുന്ന പാരിതോഷികങ്ങളും, പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഐഫോൺ ബാലുവിനെ പറ്റി ഞാൻ പറഞ്ഞത്, അതായത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി റെഡ് ക്രസൻറ്റ് നമ്മുടെ യൂസഫ് മുതലാളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമുക്ക് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യൂസഫ് മുതലാളി എങ്ങനെയാണ് ഇങ്ങനെ ഉദാരവാനായിട്ട് കോടികൾ വാരി എറിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യൂസഫ് മുതലാളിയുടെ ഭൂമിയും നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമി യൂസഫ് മുതലാളി പിടിച്ചെടുത്തുകൊണ്ട് പോയി, പൊതുമുതൽ പിടിച്ചെടുത്തുകൊണ്ട് പോയി തിരിച്ചെടുത്തുകൊണ്ട് വരാൻ നമുക്ക് കഴിയില്ല. അത് പിടിച്ചാൽ ഇങ്ങോട്ട് വരികയില്ല, അത് അങ്ങോട്ടേ പോകും, യൂസഫ് മുതലാളിയുടെ ഭാഗത്തോട്ടേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ തരത്തിൽ ഇവിടെ നടത്തുന്ന ഈ അധോലോക ധന വ്യാപാരങ്ങളുടേതായൊരു ശൃംഖലയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക വർഗീയതയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഒരു ഡീഹ്യൂമനൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡീഹ്യൂമനൈസേഷൻ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ടിയെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു അപമാനവീകരണത്തിലേക്ക് ഒരു രാജ്യത്തെ തള്ളി നീക്കുന്ന ഈ വിധ്വംസക ശക്തികളുമായി ചേർന്ന്, അതായത് രക്തത്തിൻ്റെ കല്ലുകൾ ഖനനം ചെയ്യുന്ന വിധ്വംസ ശക്തികളിൽ നിന്ന് ഊർജം സംഭരിക്കുന്ന ഒരു സ്ഥാനത്ത് പോയി സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഒരുവനെ MLA ആയി ചുമന്നുകൊണ്ടുവന്ന് അവൻ്റെ ഭൂമി നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇത്രയും കാലമായിട്ട് പിടിച്ചിട്ട് വരുന്നില്ല. പക്ഷേ നിങ്ങളൊരു കേരയിൽ കൊണ്ടുവന്നു, അത് ബ്രിട്ടാസ് കൊണ്ടുവന്ന കേരയിലാണ്, അല്ലെങ്കിൽ ബ്രിട്ടാസ് നേരത്തെ അച്ചാരം വാങ്ങി അവിടെ നിന്ന് കാശ് വാങ്ങിയ കേരയിലാണ്. അതുകൊണ്ട് യു ആർ കമ്മിറ്റഡ്. അവിടെ നിങ്ങൾ ഭൂമി അവന് കാണിച്ചു കൊടുക്കണം. കാശ് വാങ്ങിച്ചവന് ഇവിടെയാണ് ഈ റെയിൽ ഓടിക്കാൻ പോകണം എന്നുള്ള ഭൂമി വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തു? ഒരു സാങ്കേതികമായ മര്യാദയും പാലിക്കാതെ, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, ഇന്നലെ വരെ ഞാൻ താമസിച്ചിരുന്ന വീട് ഇടിച്ചു നിരത്താനായിട്ട്, അത് കയ്യേറാനായിട്ട്, അവിടെ നിൻ്റെ കുറ്റി സ്ഥാപിക്കാനായിട്ട് നീ അവിടെ ചെല്ലുന്നു. അതേസമയം ഇത്രയും കാലമായിട്ട് കേസ് നടത്തിയിട്ട് PV അൻവറിൻ്റെ, അതായത് നിങ്ങൾക്ക് ഞൊടിയിട മതി, യാതൊരു സാങ്കേതിക അനുമതിയും വേണ്ട, നിയമപരമായ യാതൊരു പ്രക്രിയയും നിങ്ങൾ പൂർത്തിയാക്കണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് പിടിച്ചെടുക്കുകയാണ് ഭൂമിക്ക് കേരളിന് വേണ്ടി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ രക്തക്കല്ല് വ്യാപാരിയുടെ സിറാലിയോണിൽ പോയി കല്ല് വ്യാപാരം നടത്തുന്ന PV അൻവറിൻ്റെ
PV അൻവർ ഗവൺമെൻറ്റിൻ്റെ ഭൂമി അങ്ങോട്ട് പിടിച്ചു വച്ചേക്കാണ്. ആ ഭൂമി തിരിച്ചെടുക്കാൻ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. അതേസമയം സാധാരണക്കാരന് അവകാശപ്പെട്ട ഭൂമിയിന്മേൽ കല്ലിടാൻ നിങ്ങൾക്ക് നിയമപരമായ യാതൊന്നും തടസ്സമായിരിക്കും. നിങ്ങൾക്ക് നിയമം വേണ്ട. നിയമത്തെയൊക്കെ മറികടന്നു കൊണ്ടുപോയി നിങ്ങളവിടെ കല്ലിടുകയാണ് സാധാരണക്കാരൻ്റെ ഭൂമിയിൽ. മറിച്ച് അൻവറിൻ്റെ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവില്ല. നിങ്ങൾക്ക് അൻവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി, അൻവർ കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് തെളിയിക്കപ്പെട്ട ഭൂമി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവില്ല. നിങ്ങൾക്ക് യൂസഫ് അലി പണ്ടിതുപോലെ ആണല്ലോ, മമ്മൂട്ടി ഏതോ ഒരു ഭാഗത്ത് ആ ഗവൺമെൻറ്റിൻ്റെ ഭൂമി കുറച്ച് പിടിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാ സിനിമാ താരങ്ങളെ പറ്റി ആരോപണം വന്നിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞില്ല. അത് വന്നപ്പോൾ നമ്മുടെ മഹാനായ നേതാവ് അവിടെ നിന്ന് ഡയസിൽ അങ്ങനെ കയറി നിന്നുകൊണ്ട് ചോദിച്ചു, ആർക്കാണ് മമ്മൂട്ടിയുടെ ഭൂമി അങ്ങനെ കയ്യേറി, മമ്മൂട്ടി ഭൂമി കയ്യേറി എന്ന് പരാതിയുള്ളത്, അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി സമ്മേളനത്തിൽ പിന്നെ ആ ഒരു ഈച്ച പോലും അനങ്ങുകയുണ്ടായില്ല. അതാണ് ജനാധിപത്യം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് മെനക്കെട്ട് ഈ തരത്തിലുള്ള അശ്ലീലമായ ഒരു രാഷ്ട്രീയത്തെ, അതായത് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തെയും അശ്ലീലവൽക്കരിക്കരുത്. അതിൽ പരാതിയില്ല, അത് പലതും അതിന് അർഹമാണ് അശ്ലീലവൽക്കരിക്കപ്പെടാനായിട്ട്. പക്ഷേ നിങ്ങൾ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തെ അങ്ങനെ ചെയ്യരുത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പിന്തുണയ്ക്കാൻ വേണ്ടി, അയാളാണ് ഇതിൻ്റെ ഒത്ത മധ്യത്ത് നിൽക്കുന്നതെന്ന് അറിയിക്കെ അയാളോട് പാർട്ടിയിൽ നിന്ന് പുറത്തു എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അയാളെ നിങ്ങൾ പിന്തുടരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താം. നിങ്ങൾ ഇതൊരു മനസ്സിലാക്കുക. അതായത് മനോരമ ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഊരാളുങ്കലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഊരാളുങ്കലിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. അത് വാഗ്ഭടാനന്ദൻ്റെ വിശുദ്ധമായ നാമം പേറുന്ന ഒരു ഓർമ്മയാണത്. നമ്മൾ എന്തിനാണ് ഒരു വാഗ്ഭടാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും മറ്റുമൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത്? നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ജനിച്ചത്? അതിനു വേണ്ടിയിട്ടാണോ അവർ പ്രവർത്തിച്ചത്? നിങ്ങൾ എന്തിനാണ് അവരുടെ പേരിനെ അവമാനിക്കുന്നത്? അവമാനിക്കുന്നു എന്നുള്ള തെളിവാണ് എന്താണ്? ഊരാളുങ്കൽ ആരാണ്? ഹൂ ഇസ് ദി ഫൗണ്ടർ? ആ സൊസൈറ്റിയെ പറ്റിയാണ്. ഇറ്റ് ഈസ് അലജഡ് ദാറ്റ് ഊരാളുങ്കൽ ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് ദി CM's ഓഫീസ് ആൻഡ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് സെവറൽ ലീഡേഴ്സ് ക്ലോസ് റിലേറ്റീവ്സ്. അതായത് CMൻ്റെ ഓഫീസുമായിട്ട് ഉറ്റ ബന്ധമുണ്ടായതുകൊണ്ട് ഊരാളുങ്കലിന് അതിൻ്റേതായ നേട്ടങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഭരണാധികാരത്തിലിരുന്നുകൊണ്ട്, അതുപോലെ തന്നെ CPMൻ്റെ അറിയപ്പെടുന്ന പല നേതാക്കന്മാരും ഇതിൻ്റെ എംപ്ലോയീസാണ്. CPMൻ്റെ അറിയപ്പെടുന്ന നേതാക്കളാണ് ഊരാളുങ്കലിൻ്റെ കീ പോസ്റ്റുകളിലിരിക്കുന്നത്. CMൻ്റെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു രാമേന്ദ്രന് ഇടയ്ക്കിടയ്ക്ക് ഈ ഹൃദ്രോഗം വരുന്നുണ്ട്. ഇപ്പോൾ ഏതോ ഒരു CM രാമേന്ദ്രൻ എന്ന് കേട്ടോ ആൾക്ക് ഇതുമായിട്ട് ബന്ധമുള്ളതൊന്നും കണ്ടില്ല. അദ്ദേഹം ജന്മനാ തന്നെ ഒരു ഹൃദ്രോഗിയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ ഞാനൊരു ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടായി. അദ്ദേഹം കൂടെ ഹൃദ്രോഗം വരുന്നുണ്ട്. അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയല്ല. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഓഫീസിലൊരാളാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് അലജഡ് ദാറ്റ് ഇത് മനോരമ അവരുടെ ഇതിൽ വന്ന ഓൺലൈനിൽ വന്ന റിപ്പോർട്ടാണ്. ഞാനും എൻ്റെ മലയാളം ഉണ്ട്, അത് എനിക്ക് കിട്ടിയില്ല, എൻ്റെ കുറിച്ചെടുക്കാൻ സമയം കിട്ടിയില്ല. ദാറ്റ് ഊരാളുങ്കൽ ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് ദി CM's ഓഫീസ്. CMൻ്റെ ഓഫീസ് എന്തിനുള്ളതാണ്? CMൻ്റെ ഓഫീസ് എന്തിനുള്ളതാണ്? CMൻ്റെ ഓഫീസിൽ എന്താണ് നടക്കുന്നത്? പാർശ്വവർത്തികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? തർക്കിക്കാമോ? ബ്രിട്ടാസേ തർക്കിക്കാമോ? CMൻ്റെ പാർശ്വവർത്തികൾക്ക് ഉന്നത ഉദ്യോഗങ്ങൾ ലഭിക്കുന്നില്ലേ? ബ്രിട്ടാസ് തർക്കിക്കുമോ? MP രാജേഷ് തർക്കിക്കുമോ? തർക്കിക്കില്ലല്ലോ. പിന്നെയും കുറേ പേരുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പേര് ചെറുപ്പക്കാരാണ്. അവരുടെയൊക്കെ P രാജീവ്, പിന്നെയും ആരാണ്ടൊക്കെ ഉണ്ട്. പിന്നെ പാവപ്പെട്ട ഷംസീറിന് മാത്രം ആ കാര്യം സാധിക്കാൻ പറ്റിയില്ല. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി.
ഷംസീറിന് പിൻവാങ്ങേണ്ടത്. അപ്പോൾ ഷംസീർ കുറേ കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതുകൊണ്ടാണ് ഷംസീറിന് അങ്ങനെ അബദ്ധം പറ്റിയത്. മറ്റുള്ളവരൊക്കെ അതിവിദഗ്ധമായിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുത്തു. അപ്പോൾ സി എമ്മിൻ്റെ ഓഫീസെന്ന് പറയുന്നത് അഴിമതി ചെയ്യുന്നതിനുള്ളൊരു ഓഫീസാണെന്നും ഊരാളെങ്കിലും സി എമ്മിൻ്റെ ഓഫീസുമായിട്ടുള്ള ബന്ധം നിമിത്തം അവർക്ക് അവിഹിതമായ പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുമുള്ളൊരു ആരോപണമാണ്. അതാണ് പമ്പയിൽ മണൽ വാരാൻ നേരത്ത് അത് ഊരാളെങ്കിൽ അങ്ങ് കണ്ണൂർ കിടക്കുന്ന ഊരാളെങ്കിൽ പമ്പയിൽ മണൽ വാരാൻ ഇവിടെ എങ്ങും കിട്ടാത്തതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ഇവിടെ വന്ന് അവർ മണൽ വാരി. എന്തൊരു കഷ്ടപ്പാടാണ് ഊരാളുങ്കലിൻ്റെത്. ഇങ്ങനെ ജനങ്ങളെ സേവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് ആ പമ്പയിൽ മണൽ വാരാൻ മണൽ നീക്കാനായിട്ട് കഷ്ടപ്പെട്ട് അയ്യപ്പനെ പോലും സേവിക്കുന്ന ഒരു സംഘം. അപ്പോൾ സി എമ്മിൻ്റെ ഓഫീസുമായിട്ടുള്ള അസോസിയേഷൻ മൂലം അവർ അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നൊരു പരാതി സാർവത്രികമായിട്ടുണ്ട്. ആൻഡ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് സെവറൽ ലീഡേഴ്സ് ക്ലോസ് റിലേറ്റീവ്സ്. ലീഡേഴ്സിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇതിൻ്റെ എംപ്ലോയീസ്, ഈ ഊരാളുങ്കലിൻ്റെ എംപ്ലോയീസ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഊരാളുങ്കലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ആ ആസ്തി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസ്തിയാണ് എന്ന് മാത്രമല്ല, അതുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ വിഹിതം ഏതവൻ്റെ അക്കൗണ്ടിലാണ് ഒളിച്ചു ചെന്നെത്തുന്നത് എന്നുകൂടി അന്വേഷിച്ചാൽ, ഞാൻ ഈ പറഞ്ഞില്ലേ പിണറായി വിജയൻ മുതലാളി രവിപിള്ളയെപ്പോലെ തന്നെ യൂസഫിനെ പോലെ തന്നെ ഒരു ശതകോടീശ്വരനാണ് എന്ന് പറഞ്ഞ ആ ഒരു വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. ഒളിവിലും മറവിലും പണം സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടിയുടെ പണം മാർക്സിസ്റ്റുകാരൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അതൊരു സഹകരണ ബാങ്കിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറുഭാഗം അതുകൊണ്ട് എടുത്തിട്ടപ്പോഴാണ് അറിയുന്നത് നമ്മൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് പങ്കാളിത്തമുള്ള ചില കൂട്ടു ബിസിനസ്സുകളുണ്ട്. ആ കൂട്ടു ബിസിനസ്സിൻ്റെ ബലം ഉള്ളതുകൊണ്ടാണ് ഒരു മന്ത്രി പയ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പറഞ്ഞു അച്ഛനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി കാണിച്ചുക, എന്നാൽ വിവരം അറിയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫ് മിഷന് വേണ്ടി പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള വീട്, ആ വീടുകളൊക്കെ ഐഫോണിൻ്റെ രൂപത്തിൽ പലരുടെയും വാനിറ്റി ബാഗുകളിലും ഈ പോക്കറ്റുകളിലുമൊക്കെ എത്തിച്ചേരുന്നൊരു കഥ നമ്മൾ കാണുകയാണ്. അത് വീടായിട്ടല്ല, ഐഫോണിൻ്റെ രൂപത്തിൽ. പലർക്ക് സ്വപ്നയ്ക്കൊരു ഐഫോൺ, പിന്നെ ശിവശങ്കരൻ്റെ ഐഫോൺ, പിന്നെ വേറെ ആർക്കെല്ലാം കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ കോടിയേരി ബാലകൃഷ്ണനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ഐഫോൺ കിട്ടിയോ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരു കടയിൽ പോയി അതേ സമയത്ത് വന്നേ ഉള്ളൂ, സമയത്ത് വാങ്ങിച്ച ഐഫോൺ. ഇത് പാവപ്പെട്ടതിൻ്റെ വീടാണ്, ഒരു ഐഫോണായിട്ട് ഈ വാനിറ്റി ബാഗിനകത്ത് കയറുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടുത്തെ ഒരുപാട് കാലം ത്യാഗധനന്മാരായ ഒരുപാട് പേര് അവരുടെ ജീവിതം സമർപ്പിച്ച് അവരുടെ ജീവരക്തം കൊണ്ട് പണിതി ഉയർത്തിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ മുതുകത്ത് കയറിയിരുന്ന് ഐഫോൺ വിളിക്കുന്ന ഈ ബാലകൃഷ്ണൻ സഖാവേ, നിങ്ങളിവിടെ കേരയിൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ കേരളിന് വേണ്ടി ഒഴിഞ്ഞു പോകാൻ ഈ കേരളം ഉണ്ടല്ലോ, അത് ആരുടെയും പിതൃസ്വത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ കയറിയിരുന്ന അഭിപ്രായം പറയാം. നിങ്ങളുടെ മകൻ്റെ ബലത്തിലാണ് നിങ്ങളിപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒഴിവ് സമയത്ത് പാർട്ടി സമ്മേളനത്തിനും ഇതിനും ഇടയ്ക്ക് വീണ്ടും നിങ്ങളവിടെ കൊണ്ട് പുനഃപ്രതിഷ്ഠിക്കില്ല. ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്താണ് നിങ്ങളെ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ബ്ലാക്ക് മെയിലിൻ്റെ പവർ കൊണ്ട് ഈ ലോകത്ത് പലരും ഭയപ്പെട്ടെന്നിരിക്കും. പക്ഷേ എല്ലാവരും ഭയപ്പെട്ടു പോവില്ല, എല്ലാവരും ഭയപ്പെട്ടു പോവുകയൊന്നുമില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യുകയെന്ന് പറയുന്നത് കള്ളം കാണിച്ചവനെ, മടിയിൽ കനമുള്ളവനെ അങ്ങനെ ആക്കും. അല്ലെങ്കിൽ വിജയരാഘവൻ ഈ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ, വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ ഇതായിട്ട് പറയുന്നതല്ല, നിങ്ങളെക്കാളും വളരെ ഭേദപ്പെട്ട രീതിയിൽ വർത്തമാനം പറയാൻ അറിയാവുന്ന ഒരാളാണ്. വർത്തമാനമെങ്കിലും പറയാൻ അറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ പെട്ടെന്ന് വിജയരാഘവ നീ പോ, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഒരു അന്തരാള ഘട്ടത്തിൽ
ഒരു ഇൻ്റർവ്യൂ പീരീഡിൽ അവിടെ കയറി ഇരിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അച്ഛനെ സെക്രട്ടറി ആക്കിയില്ലെന്നുണ്ടെങ്കിൽ പലതും പുറത്ത് വരും എന്നുള്ള, അതിപ്പോൾ അയാൾ പുറത്ത് ആക്കിയില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. ആരെയും കണ്ണീര് കുടിപ്പിക്കുകയില്ല, നമ്മൾ ബീഹാറിലുള്ള പെൺകുട്ടികളെയും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല എന്നാണ്, കണ്ണീര് കുടിപ്പിക്കുകയില്ല എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ബാലകൃഷ്ണൻ അങ്ങനെ ആരും കണ്ണൂർ കുടിപ്പിക്കേണ്ട ബാലകൃഷ്ണൻ. അത് ഇവിടെയുള്ള പെൺകുട്ടികളായാലും ബീഹാറിലുള്ള പെൺകുട്ടിയായാലും അവർ ആ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി, കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി DNA ഒക്കെ ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും ഉണ്ടാക്കരുത്. അതൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ബാലകൃഷ്ണൻ നല്ലത്. ഇതൊന്നും ആളെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളൊക്കെ ഇത്രയൊക്കെ വഷളായതിന് ശേഷവും, ഈ ഐഫോൺ പ്രശ്നമൊക്കെ ഉണ്ടായതിന് ശേഷവും പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാനുള്ള ആ പണം ഐഫോണിൻ്റെ രൂപത്തിൽ കൈപ്പറ്റുന്ന ഒരാക്ഷേപം ഉണ്ടായതിന് ശേഷവും നിങ്ങൾ പൊതുജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറാകില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. നിങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ഓർത്തെങ്കിലും നിങ്ങൾ പൊതുജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഭാര്യ ഐഫോണിൽ കൂടി സംസാരിക്കൂ എന്നുള്ളത് അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്. അവർ കാശ് കൊടുത്ത് വാങ്ങുന്ന ഐഫോൺ, അവർ ഐഫോണിലൂടെ സംസാരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം, അത് നിങ്ങൾക്ക് തർക്കിക്കാനാണ്. ഐഫോൺ എന്ന് പറയുന്നത് സാധാരണക്കാരന് അക്സസിബിൾ അല്ല. നിങ്ങൾക്കത് സമ്മാനമായിട്ട് കിട്ടിയതല്ല, നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ഐഫോൺ കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഞാനാണെങ്കിൽ ഐഫോണല്ലേ, എൻ്റെ ഇത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സാധാരണ ഇതിൽ പിള്ളേരൊക്കെ കൊണ്ട് കിടക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഐഫോൺ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു ഐഫോൺ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വില വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഐഫോൺ ഉപയോഗിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ ഏത് സാമ്പത്തിക വർഗത്തിൽപ്പെട്ടതാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു കുടി വയ്ക്കാൻ അത്രയും രൂപ മതി. ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു കൂര പണിഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പറഞ്ഞില്ലേ, ധർമ്മപത്നിക്ക് ഐഫോൺ ഇല്ലാതെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ആ സാമ്പത്തിക വർഗവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതല്ലേ ഭംഗി? പിന്നെയും നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതുകിൽ കടിച്ചു തൂങ്ങുന്നത്? നിങ്ങൾ വേറൊരു ലെവലല്ലേ കോടിയേരി ബാലകൃഷ്ണ, നിങ്ങൾ വേറൊരു ലെവലല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്, ഊരാളുങ്കലിനെ പറ്റിയാണ്. ഊരാളുങ്കലിനെ ശംഖുമുഖം പറഞ്ഞില്ലേ, ഡൊമസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ എയർപോർട്ട് ഉണ്ടല്ലോ, ആ എയർപോർട്ടിൽ സാധാരണ പോകുന്ന ആൾക്കാർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പില്ല, അവിടെ 2 പോലീസുകാരൊന്നും ഇതിലേ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശംഖുമുഖം കടലെടുത്തു. ആ റോഡ് ശരിയാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ട് കുറേ നേരം അത് എടുത്തത് ആരാണ്? ഈ ഊരാളുങ്കലാണ്. കണ്ണൂരെന്ന് വരേണ്ടി വന്നു ഈ ശംഖുമുഖത്തെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇനീഷ്യലായിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3,82,96,610 രൂപയാണ്. അന്ന് ഊരാളുങ്കൽ ഇത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ദി പ്രോജക്റ്റ് വാസ് ടേക്കൻ ഓവർ ബൈ ഊരാളുങ്കൽ ഫോർ ആൻ അഡീഷണൽ 10%. പക്ഷേ ആ എസ്റ്റിമേറ്റ് മതിയാവില്ല എന്ന് പറഞ്ഞ് ഒരു 10% അധികം കൊടുക്കണമെന്ന് പറഞ്ഞു. 10% അധികം കൊടുത്തിട്ട് അത് 4,21,26,272 മറ്റോ രൂപയ്ക്ക് ആണെന്ന് തോന്നുന്നു. 4 കോടി തന്നെയാണ്, എൻ്റെ കണക്ക് തെറ്റിപ്പോകുന്നു. 3 കോടി 4 കോടിയൊക്കെ ആണ്. ഇനി 40 കോടി 30 കോടി എന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് 10% കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഈ 3,82 എന്നുള്ളത് 4,21 മാറുന്നു. കോടികളങ്ങനെ മാറി വരികയാണ്. അത് അംഗീകരിച്ചു. പക്ഷേ വർക്ക് ബിഗാൻ വിത്തൗട്ട് ഈവൻ വെയിറ്റിംഗ് ഫോർ ദി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് വന്നാലേ വർക്ക് തുടങ്ങേണ്ട കാര്യമുള്ളൂ. എനിക്കിത് പറ്റില്ല, റിവൈസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ റിവൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഊരാളുങ്കൽ വന്നങ്ങ് പണി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നങ്ങ് പണി തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക്
മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠനായ കലാകാരനുണ്ട്. അദ്ദേഹം PWD മിനിസ്റ്ററാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ആ ശംഖുമുഖത്ത് എന്തുകൊണ്ട് ഇതുവരെ റോഡ് ശരിയായില്ലെന്നും പറഞ്ഞ് ആൻ്റണി രാജു ഇടയ്ക്കിടയ്ക്ക് അതിലേ പോകുമ്പോഴത്തേക്ക് ആളുകൾ അയാളെ കളിയാക്കുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞ് എന്നെ ആളുകൾ കളിയാക്കുന്നു, അതും ഇതൊക്കെ പറയുന്നു, ശംഖുമുഖത്തെ റോഡ് എന്താ ശരിയാക്കുന്നത്. അതുമൊന്ന് നമ്മുടെ റിയാസ് മന്ത്രിയെടുത്ത് പറഞ്ഞു. റിയാസ് പ്രകോപിതനായി ഉടനെ തന്നെ ഒരു യോഗം വിളിച്ചു. അവിടുത്തെ അവർക്ക് എവിടെ വരെ എത്തിയെന്ന് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു യോഗം വിളിച്ചിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരും വന്നില്ല. ഒരു ജൂനിയർ ഓഫീസറെ പറഞ്ഞയച്ചപ്പോൾ ജൂനിയർ ഓഫീസർ പറഞ്ഞു, ഇതിൻ്റെ വിവരങ്ങളൊന്നും എൻ്റെ ഇല്ല, എന്താ അവിടെ ചെയ്തതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ ഓഫീസിൽ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഉടനെ റിയാസ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന്, നിങ്ങളുടെ PWD ഓഫീസിൽ നിന്ന് അല്ല ഊരാളുങ്കലിൽ നിന്ന് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഊരാളുങ്കലിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ യോഗം വിളിക്കണം, എന്നാലേ നിങ്ങൾ വരൂ, അല്ലാതെ നിങ്ങൾ വരും. ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ക്ഷുഭിതനായി ഇദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ് പത്ര റിപ്പോർട്ട് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യമല്ല, ഇവിടെ നടക്കുന്ന ഭരണത്തിൻ്റെ രൂപമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ക്ഷുഭിതനായി ഇറങ്ങിപ്പോയതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇൻ ദി ഗവൺമെൻറ് ഓർഡർ, അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ വീണ്ടും ഒരു ഗവൺമെൻറ് ഓർഡർ വരും. അതെന്താണ്? ഇറ്റ് വാസ് റിന്യൂഡ് ടു ദി ട്യൂൺ ഓഫ് 8,05,00,000. അപ്പോൾ ഇത് എന്ന് തുടങ്ങിയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വീണ്ടും അതായത് ഈ 4 കോടി വരെ ആയി. ആ 4 കോടി ആയ ആ തുക പിന്നീട് ഒരു ഗവൺമെൻറ് ഓർഡർ അത് വീണ്ടും റിവൈസ് ചെയ്ത് റിന്യൂ ചെയ്തിട്ട് 8,05,00,000 ആക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. അതായത് 4 കോടിയിൽ ആരംഭിച്ച് 3 കോടിയിൽ ആരംഭിച്ച് 8 കോടിയിൽ ചെന്നെത്തി നിൽക്കുന്ന ഒരു റോഡ് പണിയുടെ ചരിത്രമാണ് നമ്മൾ കണ്ടത്. അതായത് ആദ്യം 10% റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. 10% റിവൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പണി തുടങ്ങി. പക്ഷേ പണി പൂർത്തിയായില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ്, ഒരു ഗവൺമെൻറ് ഓർഡർ 8,05,00,000. 3 കോടി ചില്ലറയിൽ തുടങ്ങിയ റോഡ് പണി 8 കോടിയിൽ അവസാനിച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ധനകാര്യ കളിയാണ്, ധനകാര്യ കൊള്ളയുടെ കഥയാണ്. അതിൽ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് നിർണായകമായൊരു സ്ഥാനമുണ്ടെന്നും അത് CMൻ്റെ ഓഫീസ് തന്നെയാണ്, CM തന്നെയാണ്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പിണറായി വിജയൻ മുതലാളി തന്നെയാണ് അതിൻ്റെയും മുതലാളിയെന്നും അതിൻ്റെ പ്രധാന നേട്ടങ്ങൾ കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ മുതലാളി തന്നെയാണെന്നുമുള്ള കാര്യം അങ്ങാടിപ്പാട്ടാണ്. പിന്നെ പാർട്ടിയുടെ ഉറ്റ ബന്ധുക്കളെയൊക്കെ അതിൻ്റെ എംപ്ലോയീസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടിക്കടി ഹൃദ്രോഗം വരുന്ന ഒരാളെ അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസറും ഈ കാര്യങ്ങളൊക്കെ നടത്തി, അതായത് അദ്ദേഹം വഴിയാണ്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ട് എന്ന് ഊരാളുങ്കലിന് വിവരം കിട്ടിയാൽ, ഊരാളുങ്കലിൻ്റെ ചാരന്മാർക്ക് വിവരം കിട്ടിയാൽ നേരെ വരുന്നത് അദ്ദേഹത്തെ CMൻ്റെ ഓഫീസിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയോ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ വിവരം വരും. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവരം വന്നാൽ ഉടനെ തന്നെ അവിടെ നിന്നൊരു ഓർഡർ പോകും. എന്താണ് അത്? ഊരാളുങ്കലിന് അവാർഡ് ചെയ്തേക്കൂ. അങ്ങനെ ഊരാളുങ്കൽ കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കടന്ന് മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ കടന്ന് അങ്ങ് ആകാശത്ത് ആമസോൺ ക്ലൗഡുമായിട്ട് വരെ ബന്ധം സ്ഥാപിച്ച് ആ തരത്തിൽ IT ഫീൽഡിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ CPMൻ്റെ നേതാക്കന്മാർക്കും ചെങ്കിടികൾക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റി രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ 3/4 പങ്കും കൈയടക്കുകയും
അതിൻ്റെ 3 കോടിയുടെ എസ്റ്റിമേറ്റ് 1 വർഷം കഴിയുന്നതിന് മുമ്പ് അത് 8 കോടിയായിട്ട് അതിൻ്റെ ഫൈനൽ ഉത്തരവ് വരികയും ചെയ്യുന്നു. ആദ്യത്തെ എസ്റ്റിമേറ്റ് 3 കോടിയാണ്. അതിനിടയ്ക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. മാറ്റങ്ങൾ സംഭവിക്കുകയും അത് 8 കോടിയായി ഉയരുകയും അങ്ങനെ 8 കോടിയായി ഉയർത്തിക്കൊടുത്ത് ആ ഓർഡർ ഇട്ടുകൊടുത്തത് ആരാണ്? ഇട്ടുകൊടുത്തത് നമ്മുടെ ശ്രേഷ്ഠനായ കലാകാരൻ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ അദ്ദേഹം അത് 8 കോടിയായി ഉയർത്തിക്കൊടുത്ത് പരിപൂർണ സംതൃപ്തനായി ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ശുഭപര്യവസായിയായി കലാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കലാശക്കോട്ട എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊരു കലാശക്കോട്ടയുണ്ടല്ലോ, ആ കലാശക്കോട്ടയുടെ കഥയാണ്. ഇത്ര നഗ്നമായിട്ട് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ഒരു സ്ഥാപനത്തിന് വർക്ക് പിടിച്ചു കൊടുക്കുക, അതിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അതിൻ്റെ എസ്റ്റിമേറ്റ് ഇരട്ടിയിലും ഇരട്ടിയാക്കി കൊടുക്കുക, 3 നിന്ന് 8 കോടിയാക്കി മാറ്റി കൊടുക്കുക. അതൊക്കെ റിവൈസ് ചെയ്യുന്ന സ്ഥിര സമ്പ്രദായമുണ്ട്. ആ റിവൈസ് ചെയ്യുന്ന സ്ഥിര സമ്പ്രദായം ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ റിവൈസ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ഇടാമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം സാധനങ്ങൾക്കെല്ലാം അങ്ങ് വിലയങ്ങ് കുതിച്ച് കയറുകയാണ്. ആദ്യം റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും 10% കുറച്ച് കൂട്ടിത്തരണമെന്നേ പറയുന്നുള്ളൂ. ഒരാളെങ്കിലും പോലും 10% ആവശ്യപ്പെടുന്നു. അവസാനം അത് 8 കോടിയിലെത്തുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സാമ്പത്തിക അല്ലെങ്കിൽ ധനകാര്യ ക്രയവിക്രയങ്ങളുടെ കഥ. ബാലഗോപാലനെ അറിയണം. PWD എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കഥ. ഊരാളുങ്കൽ മഹത്തായൊരു ധർമ്മമാണ് ഈ ശ്രീധരനോടൊപ്പം നിന്ന് നിർവഹിച്ചത് എന്ന കഥ നമ്മൾ അറിഞ്ഞു. ഇന്നലത്തെ പറഞ്ഞില്ലേ, ആരോഗ്യത്തിനെ പറ്റിയുള്ള ഇവരുടെ അതും മറ്റൊരു ഊരാളുങ്കലാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത്, നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കേരളം പറഞ്ഞില്ലേ, വളർച്ചയിൽ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളർച്ചയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട്. അതായത് ഇന്നലെ നിന്നിടത്ത് നിന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. മിക്ക ഇൻഡെക്സുകളിലും താഴോട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അതെടുത്ത് കാണിച്ചിട്ട് ശശി തരൂർ എന്ന് പറഞ്ഞ ആഗോളതലത്തിൽ ഇതാണ് പറയുന്നത്. അതായത് ഐൻസ്റ്റീനെ പലപ്പോഴും ആലോചിക്കുമ്പോൾ പറയുന്നത് ഇൻഫിനിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷേ ഇൻഫിനിറ്റായിട്ടൊന്ന് ലോകത്തുണ്ട്. അത് മനുഷ്യൻ്റെ മൗഢ്യമാണ്. അതുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിദ്വാൻ, ബഹുഭാഷാ വിദഗ്ധൻ, നീതി ആയോഗിൻ്റെ പത്രം വായിച്ചിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കേരളം താഴോട്ട് പോയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 1-ാം സ്ഥാനത്ത് തന്നെ, കുറേ വർഷങ്ങളായിട്ട് 1-ാം സ്ഥാനത്താണ്. പക്ഷേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അവിടെ കേരളം 12-ാം സ്ഥാനത്താണെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മുഴുവൻ വായിച്ചു നോക്കാതെ ഇദ്ദേഹം ഇത്രയും വലിയൊരു മുതലാളിയാണല്ലോ. പിണറായി വിജയനെ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു മുതലാളിമാരോടുള്ളൊരു ബഹുമാനം കൊണ്ടാണ് ഇത്രയും വലിയൊരു മുതലാളിയാണെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു മൂലധന സമാഹരണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റേതായിട്ടുള്ള സാമർഥ്യം, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതും അത് കൈയടക്കുന്നതും അതിൻ്റെ ഇടനില ലാഭം സ്ഥാപിച്ചെടുക്കുന്നതിലുമൊക്കെയുള്ള ആ വൈദഗ്ധ്യം കണ്ടറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കടുത്ത ആരാധനയാണ്. പിണറായി വിജയന് വേണ്ടി അദ്ദേഹം ഒരു അമ്പലം തന്നെ പണിയും ശശി തരൂർ. പക്ഷേ അതിനു മുമ്പ് നീതി ആയോഗ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കണമെന്ന്, ആരോഗ്യരക്ഷയ്ക്ക് വേൾഡ് ബാങ്കിൽ നിന്ന് കാശ് തരും, കേന്ദ്രത്തിൽ നിന്ന് കാശ് തരും, ആ കാശ് വിനിയോഗിക്കുന്ന കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് വിനിയോഗിച്ചതെന്നുള്ളത്. അതിൻ്റെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ കണക്ക് നീ പറയേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിൽ 1-ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, പണം ദുർവ്യയം ചെയ്യുന്ന കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കൈയടിച്ചു കൊടുക്കുന്ന ഒരു ശശി തരൂരിനെ പറ്റി ഞാൻ എന്തു പറയാൻ?